السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. هو الذي خلق السماوات والأرض في ستة أيام ثم استوى على العرش يعلم ما يلج في الأرض وما يخرج منها وما ينزل من السماء وما يعرج فيها وهو معكم أينما كنتم والله بما تعملون بصير. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും കൂടെ നിങ്ങളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. KL 7 AR 8722 ആ വാഹനം ഒന്ന് മാറ്റിക്കൊടുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിൽ ഇസ്ലാമിക പ്രബോധന ദൗത്യം നിർവഹിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളുടെ ഇടയിൽപ്പെട്ട ഒന്നാണ് ഈ നിലക്കുള്ള പൊതുപ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുകയും പല വിഷയങ്ങളിലും സമൂഹം തെറ്റിദ്ധരിച്ചു പോയതിൽ പരസ്പര ചോദ്യോത്തരങ്ങളിലൂടെ ആ സംശയ നിവാരണം നടത്തുകയും ചെയ്യുക എന്നുള്ളത്. അതല്ലാതെ മുജാഹിദുകൾ കുറച്ചു കാലമായി ഇത്തരം പരിപാടികളൊക്കെ നിർത്തിവെച്ച് ഇപ്പോൾ വീണ്ടും അവർ അതിലേക്ക് ഇറങ്ങി എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. മുസ്ലിം സമൂഹത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് യഥാർത്ഥമായ പാന്താവിലൂടെ ജനങ്ങളെ നയിക്കുന്നവർ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ, ഒരുപാട് വിഭാഗങ്ങൾ നമ്മുടെ ഈ കേരളക്കരയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ശിർക്കുകളിലേക്കും ബിദ്അത്തുകളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും ജനങ്ങളെ ക്ഷണിക്കുകയും ഞങ്ങൾ സ്വഹാബത്തിന്റെ പാരമ്പര്യമുള്ളവരാണ് എന്നുള്ള വാദം ഉന്നയിക്കുകയും ചെയ്യുന്ന ആളുകളും നമ്മുടെ നാടുകളിലുണ്ട്.
മഴ അള്ളാഹിൻ്റെ ഒരു അനുഗ്രഹമാണ്. മഴ ഇല്ലാതെ ആളുകൾ ബുദ്ധിമുട്ടുന്ന സമയമാണ്. മഴ എത്ര പെയ്താലും നമുക്ക് ഖൈർ തന്നെയാണ്. നമ്മൾ ആ ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കാം. വേറെ അള്ളാഹുവിൻ്റെ ഖലാഹുകളെ ലോകത്ത് നടക്കുകയുള്ളൂ. അപ്പോൾ ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുക, നല്ല മാർഗം പറഞ്ഞു കൊടുക്കുക എന്നതിനോടൊപ്പം തെറ്റുകൾ സമൂഹത്തിൽ കാണപ്പെടുമ്പോൾ ആ തെറ്റ് എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത് ആ തെറ്റുകളിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിച്ച് ശരിയായ റൂട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു പ്രവർത്തനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്ന് നമ്മൾ ചർച്ചക്കായി എടുത്തിട്ടുള്ളത് തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച്. പലപ്പോഴും സാധാരണക്കാരായ ആളുകൾക്കൊക്കെ തോന്നാറുണ്ട്, എന്തിനാണ് ഇവർ എല്ലാവരെയും ആക്ഷേപിക്കുന്നത്, എല്ലാവരെയും കുറ്റം പറയുന്നത്? സഹോദരങ്ങളെ, ആരെയും ആക്ഷേപിക്കുകയോ ആരെയും കുറ്റം പറയുകയോ അല്ല. നേരെ മറിച്ച് സ്വയം തെറ്റിദ്ധരിച്ചു പോവുകയും ആ തെറ്റിദ്ധാരണയിലേക്ക് മറ്റുള്ള ആളുകളെ കൂടി ക്ഷണിക്കുകയും ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും ബിദ്അത്തുകളിലേക്കും ശിർക്കുകളിലേക്കും സ്വഹാബികളായ താബിയുകളായ മുൻഗാമികൾ സ്വീകരിച്ചിട്ടില്ലാത്ത മാർഗത്തിലേക്കും പല ആളുകളെയും ദീനിന്റെ പേരിൽ പലതും പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നേരും നെറിയും നമ്മളൊന്ന് വേർതിരിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. നിങ്ങൾക്ക് നേരെ കേൾക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നിലക്കുള്ളൊരു ചർച്ച അല്ലെങ്കിൽ വിശദീകരണം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രാമാണികമായി ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് തന്നെ തബ്ലീഗി ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം പല മേഖലകളിലും അവർക്ക് അപകടങ്ങളും അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അത് വിശ്വാസ രംഗത്തുണ്ട്, കർമ്മരംഗത്തുണ്ട്, അള്ളാഹുവിൻ്റെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട മേഖലകളിലുണ്ട്, പല വിഷയങ്ങളിലുമുണ്ട്. അപ്പം അതിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് പുറമേക്കുള്ള ചില ഭംഗികളും ഓടികളൊക്കെ കാണുമ്പോൾ എന്താ കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അടിത്തറ ശരിയാക്കാതെ ബാഹ്യമായ കർമ്മ മേഖലകളിലൂടെ ആളുകൾ, സാധാരണക്കാരായ ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം ദൂഷ്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. നമ്മുടെ വിശ്വാസം അടിസ്ഥാനപരമായി എന്തായിരിക്കണം? അഖീദയുടെ വിഷയത്തിൽ സ്വഹാബികളായ താബിയുകളായ മുൻഗാമികളിലൂടെ നമുക്ക് ലഭിച്ച വിശ്വാസം, ആ വിശ്വാസത്തിനാണ് സാധാരണ നമ്മൾ അഖീദത്തു അഹ്ലി സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. എന്നാൽ പിൽക്കാലഘട്ടങ്ങളിൽ പല ആളുകളും ഈ ഒരു വിശ്വാസ മേഖലയിൽ നിന്ന് പിന്മാറിപ്പോവുകയും പലതരം പിഴച്ച വിശ്വാസങ്ങൾ കടന്നു വരികയും ചെയ്തു. അങ്ങനെ കടന്നു വന്ന ഒരുപാട് വിഭാഗം ആളുകൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതിൽപ്പെട്ടവരാണ് മുർജിആക്കള്, അതേപോലെ ഖദരിയാക്കള്, മുശബ്ബിഹാക്കള്, മുഅ്തസിലകള്, അങ്ങനെ പല വിഭാഗം ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. അതൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ വിഷയങ്ങൾ പഠിപ്പിക്കപ്പെട്ട മേഖലകളിൽ നിന്ന് പിന്നെ അല്പാൽപമൊക്കെ മാറിപ്പോയ ആളുകളാണ്. തബ്ലീഗി ജമാഅത്തുകാർ പറയുന്നത് ഞങ്ങൾ അതിന്റെ അടിസ്ഥാനം ദിയോബന്താണ്, ദിയോബന്തി ഉലമാക്കളാണ് ഞങ്ങൾ എന്ന് പറയുന്നവരായതുകൊണ്ട് ആ ദിയോബന്തിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ടുള്ള ഒരു പുസ്തകം അതിന്റെ 43-ാമത്തെ പേജിൽ പറയുന്നു, വബഅദ അസ്രി സ്വഹാബത്തി, സ്വഹാബികളുടെ കാലശേഷം തഫറഖത്തിൽ ഉമ്മതു ഫിൽ ഉസൂലി, ഈ സമൂഹം അടിസ്ഥാന വിഷയങ്ങളിൽ ഭിന്നിച്ചു പോയിട്ടുണ്ട്. കദാലിക, അതായത് വിശ്വാസ കാര്യങ്ങളിലും ഇതേപോലെ ഭിന്നിച്ചിട്ടുണ്ട്, പല വിഷയങ്ങളിലും ഭിന്നിച്ച പോലെ. ഫകാന മിൻ അഹ്ലിൽ ഹഖി, അപ്പോൾ ഹക്കിൽ നിലകൊണ്ട ആളുകൾ അൽ അശാഇറതു വൽ മാതുരീദിയതു വസുഹാബുൽ ഹദീസ് മിസ്ല മാലിക് വ അഹ്മദ് ബസ്സൗരി. ദാറുൽ ഉലൂം ദിയോബന്ദ് എന്ന് പറയുന്ന അത്യാവശ്യം കട്ടിയും കനവുമുള്ള വലിയൊരു പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഈ ഉദ്ധരണി വായിക്കുന്നത്. എന്താ പറയുന്നത്? സ്വഹാബത്തിന് ശേഷം പല വിഷയങ്ങളിലും ആളുകൾ ഭിന്നിച്ചിട്ടുണ്ട്, അടിസ്ഥാന വിഷയങ്ങളിലും ഭിന്നിച്ചിട്ടുണ്ട്. അപ്പോൾ ഹക്കിൽ നിലകൊണ്ടവർ അശ്അരികളാണ്, മാതുരീദിയാക്കളാണ്. അതുകൊണ്ട് ഞങ്ങൾ അശ്അരി മാതുരീദികളാണ്, ഞങ്ങൾ അശ്അരി ത്വരീഖത്തും മാതുരീദി ത്വരീഖത്തും അംഗീകരിക്കുന്നവരാണ് എന്നാണ് പലപ്പോഴും തബ്ലീഗി ജമാഅത്തുകാർ പറയാറുള്ളത്.
അശ്അരി ഒന്ന് വേറെയാണ്, മാതുരീദി മറ്റൊന്നാണ്. രണ്ടും തമ്മിൽ ഉസൂലുകൾ തന്നെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് മറ്റൊരു വിഷയം. പിന്നെ എങ്ങനെയാ ഒരാൾ രണ്ടിൻ്റെയും ആളാവുക, അതൊക്കെ പിന്നീട് ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടുന്ന വിഷയമാണ്. ഇവിടെ പറയാൻ പോകുന്നത് അശ്അരിയും അതേപോലെ മാതുരീദിയും ഹക്കിന്റെ മാർഗത്തിലാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. അതായത് അശ്അരി ത്വരീഖത്ത് എന്ന് സാധാരണ പറയാറുള്ളത് ഇമാം അബുൽ ഹസൻ അൽ അശ്അരി അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടത്തിലുള്ള മുഅ്തസിലിയ വിശ്വാസത്തിൽ നിന്നും പിന്മാറി പിന്നീട് ഇടയ്ക്ക് വെച്ചുകൊണ്ട് അദ്ദേഹം സ്വീകരിച്ചൊരു വിശ്വാസമുണ്ട്. 7 സിഫാത്തുകളെ മാത്രം അംഗീകരിക്കുന്ന, ബാക്കിയുള്ള സിഫാത്തുകളെ തഅ്വീൽ ചെയ്യുന്ന, വ്യാഖ്യാനിക്കുന്ന ഒരു കാലഘട്ടം. ഇബ്നു കുല്ലാബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അദ്ദേഹം സ്വീകരിച്ച വിശ്വാസങ്ങളെ സംബന്ധിച്ചും അതിന് മുമ്പുണ്ടായിരുന്ന വിശ്വാസത്തെ സംബന്ധിച്ചുമാണ് സാധാരണയായി ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ അശ്അരി ത്വരീഖത്ത് അല്ലെങ്കിൽ അശ്അരി മദ്ഹബ് എന്ന് പറയാറുള്ളത്. ആ അർത്ഥത്തിലാണ് ഇന്ന് തബ്ലീഗി ജമാഅത്തുകാർ ഞങ്ങൾ അശ്അരികളാണ് എന്ന് പറയുന്നത് എങ്കിൽ സംശയമില്ല ആ അശ്അരി ത്വരീഖത്ത്, ആ അശ്അരി മദ്ഹബ് പിഴവിലാണ്. അത് ഹക്കിന്റെ മാർഗത്തിലല്ല, സുന്നത്തി ജമാഅത്തിന്റെ മാർഗത്തിലല്ല. എന്തുകൊണ്ട്? അശ്അരി ത്വരീഖത്ത് അനുസരിച്ചുകൊണ്ട് അവർക്ക് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് മസ്ദറു ത്വലഖി അൽ കിതാബ് വസുന്നത്തു അലാ മുഖ്തദാ ഖവാഇദി അൽ ഇൽമുൽ കലാം. ഇൽമുൽ കലാമിന്റെ, ഇൽമുൽ കലാം എന്ന് പറഞ്ഞാൽ പിന്നെ തർക്കശാസ്ത്രങ്ങൾ, ആ തർക്കശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് മതവിഷയങ്ങളെ സ്വീകരിക്കേണ്ടത്. അപ്പോൾ എന്ത് കടന്നു വന്നു? ഫയുഖദ്ദിമൂനൽ അഖ്ല അലൻ നഖ്ലി ഇൻദ തആറുദി. വൈരുദ്ധ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ പ്രമാണം ഇന്നത് പറയുന്നു, പക്ഷേ മനുഷ്യന്റെ ബുദ്ധി ഇന്നതാണ് അറിയിക്കുന്നത് എങ്കിൽ ആ പ്രമാണത്തെക്കാൾ മനുഷ്യന്റെ ബുദ്ധിക്ക് പ്രാധാന്യം നൽകണം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ വിശ്വാസം പഠിപ്പിക്കുന്ന ആളുകളാണ് അശ്അരിയാക്കൾ. ആ അശ്അരി ത്വരീഖത്ത് സ്വീകരിച്ചവരാകുന്നു ഞങ്ങൾ എന്ന് പറയുന്നവരാണ് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുമ്പോൾ വിശ്വാസ വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മേഖലയിൽ നിന്ന് അല്പം മാറിപ്പോയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. രണ്ടാമത്തേത്, ഞാൻ ഓരോന്നോരോന്ന് ചുരുക്കി പറഞ്ഞു പോവുകയാണ്. രണ്ടാമത്തേത്, അഖീദയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സ്വീകരിക്കുന്നിടത്ത് ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ആ ഹദീസ് മുതവാത്തിറായ ഹദീസ് ആയിരിക്കണം, ആഹാദായിരിക്കാൻ പാടില്ല. എന്താ മുതവാത്തിറായ ഹദീസ് എന്ന് പറഞ്ഞാൽ 10 അതിൽ കൂടുതലൊക്കെ ആളുകൾ വരുന്ന, ഒരിക്കലും കളവ് പറയാൻ സാധ്യതയില്ലാത്ത നിലക്ക് ഹദീസിന്റെ പരമ്പരകളിലെ ഓരോ തൊബക്കകളിലും അത്രത്തോളം എണ്ണം ആളുകൾ റിവായത്ത് ചെയ്ത ഹദീസുകൾ അതുണ്ടെങ്കിൽ മാത്രമേ അഖീദ വിഷയത്തിൽ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന നയനിലപാട് അത് അശ്അരിയാക്കൾ കൊണ്ടുവന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നല്ലറല്ലാഹു ഇംറഅൻ സമിഅ മഖാലതി ഫഹഫിളഹാ വവആഹാ വഅദ്ദാഹാ കമാ സമിഅഹാ. എൻ്റെ ഒരു വചനം കേൾക്കുകയും അത് മനപ്പാഠമാക്കുകയും അത് കേട്ടതുപോലെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖത്തെ പ്രസന്നമാക്കട്ടെ എന്ന് പഠിപ്പിക്കുന്ന ഒരു ഹദീസ് കാണുവാൻ സാധിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അത് ആഹാദെന്നോ അല്ലെങ്കിൽ മുതവാത്തിർ എന്നോ വേർതിരിച്ചുകൊണ്ടല്ല ഒരു വിഷയം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. പിൽക്കാലഘട്ടത്തിൽ കടന്നു വന്ന ചില ചർച്ചകളും അതിന്റെ ഭാഗമായി ചില ആളുകൾക്ക് ചില കാര്യങ്ങളൊന്നും സ്വന്തം ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും കഴിയാതെ വന്നപ്പോൾ ചില ന്യായീകരണങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചു. ആ ന്യായീകരണങ്ങളിൽ ആ കൊണ്ടുവന്ന കാരണങ്ങൾ ഒന്നായിരുന്നു ആഹാദായ ഹദീസ് ആകാൻ പാടില്ല, മുതവാത്തിറായ ഹദീസായെങ്കിലേ അഖീദയുടെ വിഷയങ്ങൾ സ്വീകരിക്കാൻ പറ്റൂ. ആ ഒരു നയനിലപാടും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് അല്പമൊക്കെ തെന്നി മാറിപ്പോയിട്ടുള്ള അശ്അരിയാക്കളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ അശ്അരികളിലെ സൂഫി വിഭാഗമായിട്ടുള്ള ചില ആളുകളുണ്ട്. അതായത് ഇൽമ് ഇപ്പൊ പ്രമാണം സ്വീകരിക്കുന്നിടത്ത് ഖുർആനോ ഹദീസോ അതിനൊന്നും ആവശ്യമില്ല. അതിനാണ് ഇൽമുൽ ലദുന്നി എന്ന് പറയുക, സ്വന്തമായി നേടാൻ കഴിയുന്ന ഇൽമ്. അശ്അരി ത്വരീഖത്ത് പല വിധത്തിലും പിഴച്ചു പോയിട്ടുണ്ട് പല കാലഘട്ടങ്ങളിലും. അങ്ങനെ ഈ സൂഫി വിഭാഗമായി അങ്ങനെ തെറ്റിപ്പോയ ചില ആളുകൾ അവർ കണ്ടുപിടിച്ചതാണ് അൽ ഇൽമുൽ ലദുന്നി. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമല്ല. മനസ്സിൽ ചില കാര്യങ്ങൾ തോന്നുക, ഇത് എവിടുന്ന്, അത് അള്ളാഹ് പറഞ്ഞു തന്നതാ. ചില ആളുകളൊക്കെ പല തരം തിക്റുകളും പലതരം രൂപങ്ങളും സ്വന്തമായി പലതും ചെയ്യുന്നത് കാണാം. ഇത് എവിടുന്ന്, ഈ ത്വരീഖത്തിൽ ഇത് എവിടുന്ന കിട്ടിയത്? അത് ഇന്ന ഷെയ്ഖ് പറഞ്ഞതാ. ഏതാ ഷെയ്ഖ്? അത് ഞങ്ങളുടെ സൂഫിയത്തിന്റെ ഷെയ്ഖാണ്. ഷെയ്ഖിനെ എവിടുന്ന് കിട്ടിയത്? ഹദ്ദസനി ഖൽബി അൻ റബ്ബി. അത് എന്റെ കൽബ് പറഞ്ഞതാ. ഖൽബിനെ എവിടുന്ന് കിട്ടിയത്? അൻ റബ്ബി. അത് അള്ളാഹ് പറഞ്ഞെന്നാണ്. വളരെ എളുപ്പമാണല്ലോ, തോന്നിയത് ചെയ്യാം, തോന്നിയത് പറയാം. ഇതാണ് അശ്അരി ത്വരീഖത്ത്. ഈ അശ്അരി ത്വരീഖത്തിന്റെ വക്താക്കളാണ് ഞങ്ങൾ എന്ന് തബ്ലീഗ് ജമാഅത്തുകാർ പറയുമ്പോൾ
എവിടെ പോകുന്നു നിങ്ങളുടെ വിശ്വാസം, എവിടെ പോകും പിന്നെ നിങ്ങളുടെ കർമാചാരങ്ങൾ എന്നാണ് സ്നേഹത്തോടു കൂടി തന്നെ ചോദിക്കാനുള്ളത്. മറ്റൊന്ന്, അശ്അരി ത്വരീഖത്തുകാർ പറയുന്നത് അള്ളാഹുവിന്റെ 7 സിഫാത്തുകളെ മാത്രം ഞങ്ങൾ അംഗീകരിക്കും. അറിയാമല്ലോ, ഹയാത്ത്, ഇൽമ്, ഇറാദത്ത്, അതേപോലെ ഖുദ്റത്ത്, അതേപോലെ സമഅ്, ബസർ, കലാം, ഇങ്ങനെ 7 സിഫത്തുകൾ ഞങ്ങൾ അംഗീകരിക്കും. ബാക്കിയുള്ള സിഫത്തുകളെ തഅ്വീൽ ചെയ്യും. ആ തഅ്വീൽ എന്തിനാ? ബാക്കിയുള്ള സിഫത്തുകളെ തഅ്വീൽ ചെയ്യാന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നതാണ്. വ്യാഖ്യാനം എന്തിനാ? നിഷേധിക്കാൻ വേണ്ടിയാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അസുലായി പഠിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ സലഫികൾ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ ആദ്യ തലമുറക്കാരായ സലഫുകൾ, ആരെ പിൻപറ്റിക്കൊണ്ടാണ് സലഫി എന്ന പേര് ലഭിച്ചിട്ടുള്ളത്? ആ സലഫുകൾ അവരിൽ ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച റബ്ബിന്റെ ഏതെങ്കിലും സിഫാത്തുകളെ അതിനെ വ്യാഖ്യാനിക്കുകയും ന്യായീകരിക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ളത്? ഞങ്ങൾ 7 സിഫത്തുകളെ അംഗീകരിക്കുകയുള്ളൂ എന്ന് സ്വഹാബത്ത് പറഞ്ഞിട്ടില്ല, താബിഈകൾ പറഞ്ഞിട്ടില്ല. ഇമാം അബൂൽ ഹസൻ അൽ അശ്അരി തന്റെ ആദ്യ കാലഘട്ടത്തിൽ പറഞ്ഞു വെച്ച കാര്യമാണത്. അതും കുല്ലാബിയായി അദ്ദേഹത്തിന്റെ കൂടെ നടന്ന ആ കാലഘട്ടത്തിൽ. പിന്നീട് സുന്നത്തി ജമാഅത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വരികയും അൽ ഇബാന അൻ ഉസൂലിദ്ദിയാന എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതുകയും ചെയ്തതിനു ശേഷം അദ്ദേഹം പിന്നീട് ആ മുൻകാലഘട്ടത്തിലെ പിഴച്ചവാദം പറഞ്ഞിട്ടില്ല. പക്ഷെ പല ആളുകളും ഇപ്പോഴും ഇദ്ദേഹത്തിന്റെ മുൻകാലഘട്ടത്തിൽ ആ പിഴച്ചവാദവുമായി നടക്കുന്ന ആളുകളാണ്. അതിൽപ്പെട്ട ഒരു വിഭാഗമാ തബ്ലീഗ് ജമാഅത്തുകാരും സമസ്തക്കാരും. ആ വിഷയത്തിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ റബ്ബിന്റെ ഈ 7 സിഫത്തുകളല്ലാത്ത വജ്ഹ്, യദൈന്, അതേപോലെയുള്ള മറ്റു സിഫാത്തുകളെ തഅ്വീൽ ചെയ്യുന്ന വ്യാഖ്യാനിക്കുന്ന വിഭാഗം ആളുകളാണ് അശ്അരിയാക്കൾ. ആ വിഷയത്തിൽ ഞങ്ങൾ തബ്ലീഗ് ജമാഅത്തുകാർ അശ്അരി ത്വരീഖത്തിലാന്ന് പറയുമ്പോൾ ഈ വിശ്വാസമാണ് നിങ്ങളുടേത്, ഈ സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസമല്ല. ശരി. മറ്റൊന്ന്, 5-ാമത്തേത്, ഒരു വ്യക്തിയിൽ ഏറ്റവും ആദ്യമായി നിർബന്ധമാകുന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം എന്താണ്? അവ്വലു വാജിബിൻ അത്തൗഹീദ് വഹുവ ഇബാദത്തുല്ലാഹി വഹ്ദഹ്. അല്ലാഹനെ മാത്രം ആരാധിക്കുക, തൗഹീദ് അറിയുക, അതാണ് ഒരു വ്യക്തിയിൽ ഏറ്റവും ആദ്യമായി വേണ്ടത് സുന്നത്തി ജമാഅത്തിന്റെ അഖീദ പ്രകാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. കുല്ലു മൗലൂദിൻ യുവലദു അലാ ഫിത്ര. എല്ലാവരും ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്, ഇസ്ലാമിന്റെ ശുദ്ധമായ പ്രകൃതിയിൽ. അപ്പൊ അള്ളാഹനെ അറിയാന്നുള്ളത് എന്താണ്? മഅരിഫത്തുല്ലാഹി അംറുൻ ഫിത്രിയുൻ, പ്രകൃതിയായുള്ള സ്വഭാവമാണ്, മനുഷ്യന്റെ പ്രകൃതിയിൽ വരുന്ന കാര്യമാണ്. പിന്നെ അവന്റെ മാതാപിതാക്കൾ അവന്റെ മതം മാറ്റിച്ചു കളയുന്നത്, അവന്റെ സംസ്കാരത്തെ മാറ്റിക്കളയുന്നത്. എന്നാൽ അശ്അരി ത്വരീഖത്തില്, അശ്അരി മദ്ഹബില് ഏറ്റവും ആദ്യമായി വേണ്ട എന്താണെന്നറിയോ? ഒരാള് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചിന്തിക്കണം. നദറും ഖസ്ദും, ആലോചിച്ച് അന്വേഷിച്ച് അള്ളാഹനെ കണ്ടെത്തി, അങ്ങനെ കണ്ടെത്തിയിട്ട് അള്ളാഹനെ അറിയണം. അവിടെ തൗഹീദ് സ്വീകരിക്കലും അല്ല പറയുന്നത്. നെളുറും ഫിക്റും ഖസ്ദും ഇത് വേണം. അങ്ങനെ അന്വേഷിച്ച് ചിന്തിച്ച് കണ്ടെത്തി ഒരാൾ അള്ളാഹനെ കുറിച്ച് അറിയണം. അവർ പറയുന്നുണ്ട്, ഒരാൾ ഈ നിലയ്ക്ക് നെളറോ ഫിക്റത്തോ അല്ലെങ്കിൽ ഖസ്ദോ ഒന്നുമില്ലാണ്ട് അള്ളാഹനെ സ്വയം മനസ്സിലാക്കിയിട്ട് അമൽ ചെയ്താൽ അവന്റെ അമൽ സ്വീകാര്യമാണോ അല്ലയോ അശ്അരി മദ്ഹബിൽ ചർച്ചയുണ്ട്. അപ്പൊ സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ പഠിപ്പിച്ച യഥാർത്ഥമായ വിശ്വാസത്തിൽ നിന്നും പല കാര്യങ്ങളിലും മാറിപ്പോയിട്ടുള്ള ആളുകളാണ് അശ്അരി മദ്ഹബ്. അതിനെയാണ് ഞങ്ങൾ പിൻപറ്റുന്നത് എന്ന് തബ്ലീഗ് ജമാഅത്തുകാർ പറയുമ്പോൾ അടിത്തറ തന്നെ പൊളിഞ്ഞു എന്നർത്ഥം. 2-ാമത്തേത്, എന്തുകൊണ്ടാണ് നിങ്ങൾ തബ്ലീഗ് ജമാഅത്തിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്? വിമർശിക്കാൻ പൂതിയായിട്ടല്ല, വിമർശിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല. പക്ഷേ ശരിയായ റൂട്ടിൽ നിന്ന് അവർ മാറി പ്രവർത്തിക്കുമ്പോൾ ജനസമൂഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് ബാധ്യതയുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഇന്ന് അവർ നടത്തുന്ന അവരുടെ സംഘടനയുടെ പേര് തന്നെ തബ്ലീഗ് ജമാഅത്ത് എന്നാണല്ലോ. തബ്ലീഗ് എന്ന് പറഞ്ഞാൽ ദീനുമായി ബന്ധപ്പെട്ട ദഅവത്തിന്റെ കാര്യമാണ്. ആ തബ്ലീഗിൽ അവർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ഒന്ന്, അവർ അമ്പിയാക്കന്മാരുടെ മൻഹജിൽ അല്ല. അമ്പിയാക്കന്മാരുടെ മൻഹജിൽ അല്ല തബ്ലീഗ് ജമാഅത്തുകാരുടെ തബ്ലീഗ് നടക്കുന്നത്. അതെന്താണ്? അമ്പിയാക്കന്മാരെല്ലാം സമൂഹത്തോട് ഇറങ്ങി ഏറ്റവും ആദ്യമായി പഠിപ്പിച്ചത് തൗഹീദാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് കഴിവ് കൊടുക്കാണ്ട് വേറെ ആൾക്കൊന്നും ചെയ്യാൻ കഴിയൂല എന്ന് തബ്ലീഗ് ജമാഅത്തുകാർ പഠിപ്പിക്കുന്ന വിശദീകരണമല്ല. തൗഹീദ് എന്ന് പറഞ്ഞാൽ ആരാധന റബ്ബിനോട് മാത്രം, ഇബാദത്ത് റബ്ബിന് മാത്രം. ആ ഇബാദത്തിന്റെ ഘടകങ്ങളായി വരുന്ന ദുആയും ഇസ്തിആനയും ഇസ്തിഗാസയും ഇസ്തിഗാദയും തവക്കുലും റജാവും ഖൗഫും എന്തെല്ലാം ഉണ്ടോ അത് റബ്ബിനോട് മാത്രം. ഇതാണ് തൗഹീദ്. ആ തൗഹീദാണ് ഏറ്റവും ആദ്യമായി ലോകത്തേക്ക് കടന്നു വന്ന സകല അമ്പിയാക്കന്മാരും സമൂഹത്തെ പഠിപ്പിച്ചത്. യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹനെ മാത്രം ആരാധിക്കണം. ആ അല്ലാഹ് അല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹില്ല, ആരാധ്യനില്ല.
ഒരൊറ്റ തബ്ലീഗി ജമാഅത്തുകാരുടെ ദേവത്തിലും ഈ ഒരു ആശയം പലപ്പോഴും കടന്നു വരാറില്ല, പലപ്പോഴും നല്ല വരാറില്ല. അതൊക്കെ തന്നെ അങ്ങോട്ട് പോയിക്കോളൂ. ആ ശിർക്കൊക്കെ ബാക്കിയുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ മറ്റൊക്കെ ഇങ്ങനെ വന്നോളും. അങ്ങനെ വരുന്ന ഒന്നല്ല, അങ്ങനെ പോകുന്ന ഒന്നല്ല ശിർക്ക് എന്ന് പറയുന്നത്. പിന്നെ എന്തിനാ നബിമാര അമ്പിയാക്കന്മാർ അല്ലാഹു തആല നിയോഗിക്കുമ്പോൾ ഈ കാര്യം ഊന്നി ആദ്യമായി പഠിപ്പിച്ചത്? തൗഹീദിന്റെ വിഷയം. ഏത് സമൂഹത്തിലേക്ക് നബിമാർ വന്നിട്ട് എന്താ പറഞ്ഞത്? യാ ഖൗമി അബ്ദുല്ലാഹ്, സമൂഹമേ നിങ്ങൾ അല്ലാഹനെ മാത്രം ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹും, ആ റബ്ബല്ലാതെ നിങ്ങൾക്ക് ഇലാഹില്ല. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുകയാണ്. അദ്ദേഹത്തോട് എന്താ പറഞ്ഞത്? അവ്വലു മാ തദ്ഉഹും ഇലൈ, ആദ്യമായി നിങ്ങൾ ക്ഷണിക്കേണ്ടത് ഏതിലേക്കാണ്? അല്ലാഹുവിലേക്കാണ്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന ആശയത്തിലേക്കാണ്. അവരത് അംഗീകരിച്ചാലോ, അംഗീകരിച്ചാൽ നീ അവർക്ക് നമസ്കാരം പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാതെ നമസ്കരിക്കുന്ന ആളുകളോട് നിസ്കരിക്കണം എന്ന് പറയാനല്ല പറഞ്ഞയച്ചത്. അവരാദ്യമായി തൗഹീദിലേക്ക് ക്ഷണിക്കണം. ആ തൗഹീദില്ലാതെ നമസ്കരിച്ചിട്ട് കാര്യമില്ല, ആ തൗഹീദില്ലാതെ നോമ്പെടുത്തിട്ട് കാര്യമില്ല. ഇന്നഹു മൻ യുശ്രികു ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ശിർക്ക് ചെയ്യുന്നവൻ അല്ലാഹു തആല സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. തബ്ലീഗ് ജമാഅത്തിന്റെ കൂടെ പോകുന്നവരുടെയും അറയിൽ ഐക്കല്ലുണ്ട്, ഏലസുണ്ട്, നൂലുണ്ട്, ഉറുക്കുണ്ട്. അത് തെറ്റാണെന്ന് പറയാൻ കൂടെ പോകുന്ന ആലിമീങ്ങൾ എന്നോ ഇൽമില്ലാത്തവരെന്നോ ആരോ ആകട്ടെ ആ തബ്ലീഗ് ജമാഅത്തിന്റെ മെമ്പർമാർക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. ഇവർ പോകുന്നിടത്ത് നമസ്കരിക്കാത്ത ആളുകൾ മാത്രമല്ലല്ലോ, നിങ്ങൾ പോകുന്നിടത്ത് ദർഗകളില്ലേ, ജാറങ്ങളില്ലേ, അവിടെ സുജൂദ് ചെയ്യുന്ന ആളുകളില്ലേ, കെട്ടിപ്പൊക്കപ്പെട്ട ജൂതന്റെ സംസ്കാരം എന്ന് ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ നിങ്ങൾ മിണ്ടാത്തത്? അമ്പിയാക്കന്മാരുടെ ദഅവത്തല്ല നിങ്ങൾ നടത്തുന്നത്. നിങ്ങൾ പേരിന് ഒരു പോക്ക്, ആ പോക്കിനെ കുറിച്ച് ഞാൻ പിന്നെ വേറെ പറയാം. ഇവിടെ ഒരു പുസ്തകം, ഇത് തബ്ലീഗി തഹ്രീക് ഇബ്തിദാ ഔർ ഉൻകി ബുനിയാദി ഉസൂൽ എന്ന് പറയുന്ന കിതാബാണ്. തബ്ലീഗി ജമാഅത്തിന്റെ തുടക്കവും അതിന്റെ അടിസ്ഥാനപരമായ ഉസൂലുകളും എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ ദഅവത്തുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ ദൂസരി ഷർത്ത്, രണ്ടാമത്തെ ഷർത്തായി പറയുന്നത് തരീഖെ മുഹമ്മദി കോ ഇഖ്തിയാർ കർന, മുഹമ്മദ് നബിയുടെ മാർഗം സ്വീകരിക്കലാണ്. എന്നിട്ട് മുഹമ്മദ് നബിന്റെ എന്ത് മാർഗങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇതിൽ? മുഹമ്മദ് നബി ദഅവത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ ഒരു മാർഗം ഇതിൽ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ദഅവത്തിന്റെ ഫളായിലുകളും അങ്ങനെ പോയാൽ കിട്ടുന്ന കൂലികളും അതിനില്ലാത്ത കുറെ വ്യാഖ്യാനങ്ങളും എന്ന് പറഞ്ഞതല്ലാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തരീഖ് എവിടെ ഇഖ്തിയാർ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്? നിങ്ങളുടെ പ്രവർത്തനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തന രീതി എന്താ? ആദ്യം പോയിട്ട് സമൂഹത്തോട് പറയും, ജനങ്ങളെ നിങ്ങൾ അല്ലാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം. അതിന്റെ പേരില ഏറ് കിട്ടിയത്, അതിന്റെ പേരില ത്വായിഫിൽ നിന്ന് തിരിച്ചു ഓടിപ്പോരേണ്ടി വന്നത്, അതിന്റെ പേരില പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകിയത്, അതിന്റെ പേരില ഉഹുദിലും ബദറിലുമെല്ലാം പ്രവാചകന് പ്രയാസങ്ങൾ സഹിച്ചത്. അല്ലാണ്ട് അങ്ങനെ ഇസ്തിരിട്ട് പോയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് തിരിച്ചു പോരലല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന്റെ വിഷയത്തിൽ സ്വീകരിച്ചൊരു മാർഗമുണ്ട്. ആ മാർഗവുമായി തബ്ലീഗി ജമാഅത്തിന് തബ്ലീഗുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ പുസ്തകത്തിലും അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും കാണുന്നൊരു വിഷയമാണ്. എന്താണെന്നറിയോ? ഫളായിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫളായിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പലയിടത്തും വിശദീകരിക്കുന്നുണ്ട്. പലയിടത്തും ഫളായിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടും എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം? അമ്പിയാക്കന്മാരെ പഠിപ്പിച്ച പോലെ തബ്ലീഗ് ജമാഅത്തുകാർ എഴുതിയിട്ടില്ല. അതെന്തേ? മരിച്ചുപോയ ആളുകളോട് ദുആ ചെയ്യാൻ പാടില്ല, അവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അവരുടെ ഖബറുകൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് തബ്ലീഗ് ജമാഅത്തുകാർ വിശദീകരിച്ചിട്ടില്ല. അവരുടെ ലേഖനങ്ങളായാലും ശരി, പ്രസംഗങ്ങളായാലും ശരി, ഫളായിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ആ ഫളായിലും എങ്ങനെ കൂടലാണ്. ശിർക്കിനെതിരെ സംസാരിക്കാറില്ല, ഖബർ പൂജയ്ക്കെതിരെ മിണ്ടാറില്ല. തബ്ലീഗി ജമാഅത്തിന്റെ കൂടെ പോകുന്ന ആളുകൾ പോലും ശിർക്കൻ വിശ്വാസങ്ങൾ കാണുമ്പോൾ തെറ്റാന്ന് പറഞ്ഞു കൊടുക്കാറില്ല. സ്വന്തം അയൽവാസികൾക്ക് ദഅവത്ത് നടത്താറില്ല. പോകല് ബീഹാർക്കും തമിഴ്നാട്ടുക്കും അല്ലെങ്കിൽ പാലക്കാടുള്ള ഒരു കോഴിക്കോട്ടുക്കും കോഴിക്കോടുള്ള ഒരു പാലക്കാട്ടുക്കും. സ്വന്തം മുമ്പത്തെ ശിർക്ക് കാണൂല. വഅംദിർ അശീറത്തക്കൽ അഖറബീൻ, പ്രവാചകരെ നിങ്ങൾ സ്വന്തം കുടുംബത്തിലുള്ള അടുത്ത ആളുകളോട് താക്കീത് ചെയ്യ്. ഈ ആയത്തൊന്നും തബ്ലീഗ് ജമാഅത്തുകാർ കാണാത്ത പോലെയാണ്. അമ്മോസാക്ക ചെറുപ്പം ഖുറാഫാത്തിന്റെ ആളായിരിക്കും, സ്വന്തം അളിയൻ ഖുറാഫാത്തിന്റെ ആളായിരിക്കും. അതൊന്നും ഇവലെ ദേവത്തിന്റെ ഭാഗമല്ല. അത് അങ്ങോട്ട് പോകണം. അത് ആഴ്ചയിൽ 3 ദിവസം അല്ലെങ്കിൽ 10 ഒരു മാസത്തിൽ ഇത്ര ദിവസം, കൊല്ലത്തിൽ 40 ദിവസം അങ്ങനെ കണക്കാക്കി പോകലാണ്. അവനവന്റെ വീട്ടിലോ അവനവന്റെ കുടുംബത്തിലോ അവനവന്റെ അയൽവാസിയിലോ സ്വന്തം കൂടെ പോരുന്ന ആളുകളിലോ തിന്മകൾ കാണുമ്പോൾ, ശിർക്കിന്റെ ലാഞ്ചനകൾ കാണുമ്പോൾ അമ്പിയാക്കന്മാരുടെ മനഹജ് അനുസരിച്ചുകൊണ്ട് തുടങ്ങണം സ്വന്തത്തിൽ നിന്ന്, തുടങ്ങണം സ്വന്തം കുടുംബത്തിൽ നിന്ന് എന്നുള്ള ആ ഒരു അവസ്ഥ പലപ്പോഴും തബ്ലീഗിന്റെ ദഅവത്തിൽ കാണാറില്ല. എന്നു മാത്രമല്ല സഹോദരങ്ങളെ, തബ്ലീഗ് ജമാഅത്തിന് മറ്റൊരു അടിസ്ഥാനം എന്താണെന്നറിയേക്ക്? തബ്ലീഗ് ജമാഅത്തിന്റെ 7 ഉസൂലുകൾ ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്.
ഈ പുസ്തകത്തിന്റെ 123 അതേപോലെ തന്നെ 124 പേജുകളിൽ അതിന്റെ ഉസൂലുകൾ, അടിസ്ഥാന കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത് എന്തൊക്കെ ഉസൂലെന്നറിയാം, കേട്ടോളൂ. അതിൽ പറയാണ്, മഅറൂഫ് കി ദഅവത് ദേന മുൻകർ കോ ന ഛേഡന. നിങ്ങളുടെ അധിക ഖുറാഫാത്തും ശിർക്ക് ബിദ്അത്തുകളും ഉറുദു പുസ്തകങ്ങളില്ല, അതുകൊണ്ട് ഇവിടെ വല്ലാണ്ട് പുറത്തിറങ്ങാറില്ല. ആളുകൾക്ക് നിങ്ങളുടെ പുറത്തുള്ള ഡ്രസ്സ് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് പാവങ്ങളല്ലേ എന്നാ കരുതരുത്. ഈ പച്ചയായ അന്ധവിശ്വാസങ്ങളും ദീനുമായി ബന്ധമില്ലാത്ത പ്രമാണങ്ങളുമായി ബന്ധമില്ലാത്ത പ്രമാണ വിരുദ്ധമായ പല കാര്യങ്ങളും നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. ഇവിടെ പറഞ്ഞത് എന്താണ്? ദഅവത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം പറയാണ്, മഅറൂഫ് കി ദഅവത് ദേന മുൻകർ കോ ന ഛേഡന എന്ന് പറഞ്ഞാൽ നന്മ കൽപ്പിക്കണം, തിന്മയെ കുറിച്ച് മിണ്ടരുത്. ഇത് എവിടുത്തെ രീതിയാ? ഇസ്ലാമിൽ അങ്ങനെ രീതി ഉണ്ടോ? ഞാൻ ആ ഭാഗം വായിച്ചു കേൾപ്പിക്കാം, കേട്ടോളൂ. तबलीगी मेहनत में ये उसूल के मारूफ यानी नेकी की तरफ बुलाना और मुनकर यानी बदअमालियों पर रोक टोक करना बड़ी रोक टोक न करना बड़ी हिकमत और मसलहत पर मबनी है. നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുക, നന്മ പറഞ്ഞുകൊണ്ടിരിക്കുക, തിന്മയെ കുറിച്ച് മിണ്ടാതിരിക്കുക. ആ ബുരായി പർ रोक टोक न करना, അതെന്താണ്? ഹിക്മത്ത് और मसलहत पर मबनी है. അതാണ് ഹിക്മത്ത്, അതാണ് മസ്ലഹത്ത്. വല്ലാത്ത മസ്ലഹത്തായി പോയി, പുതിയ കണ്ടുപിടുത്തം, പുതിയ മതമാണിത്. അമ്പിയാക്കന്മാരുടെ ദഅവത്ത് പരിശോധിക്കുമ്പോൾ ഖുർആൻ മുഴുവൻ പരിശോധിച്ചാ എന്താ കാണാൻ സാധിക്കുക? നിങ്ങൾ നന്മ കൽപ്പിച്ചോളൂ, തിന്മക്കെതിരെ മിണ്ടരുത്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഏതെങ്കിലും ആയത്തിലുണ്ടോ? യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ. വഅ്മുർ ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കണം, വൻഹ അനിൽ മുൻകർ, തിന്മ വിരോധിക്കുകയും വേണം. അതല്ലേ ഖുർആൻ പറഞ്ഞത്? വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നന്മ കൽപ്പിക്കണം, തിന്മയെ തൊട്ട് വിരോധിക്കണം. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ ഏറ്റവും നല്ല സമൂഹം. എന്തേ കാരണം? നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു. തബ്ലീഗമാത്താർ പറയാ അത് പറ്റൂല, നന്മ കൽപ്പിക്കണം, ബുരായി കെ ഖിലാഫ് रोक टोक न करना, മിണ്ടാൻ പാടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ചൊക്കെ ഒരു ഇഖ്ലാസും നല്ല നന്മയൊക്കെ ചിന്തകളുള്ള ആളുകൾ നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലും തിന്മകളെ കുറിച്ച് പള്ളികളിൽ വെച്ച് ക്ലാസ് എടുക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ ആ തബ്ലീഗ് ജമാഅത്തിനെ അന്ധമായി അനുകരിക്കുന്ന ചില ആളുകളുണ്ടാകും. അവർ പറയും ഇത് നമ്മുടെ ഉസൂലിനെതിരാട്ടോ, ഇല്ലെങ്കിൽ എന്ന് പറയും. തിന്മകൾക്കെതിരെ നിങ്ങൾ സംസാരിച്ചത്, ശിർക്കിനെതിരെ സംസാരിച്ചത്, ബിദ്അത്തിനെതിരെ സംസാരിച്ചത് നമ്മുടെ ഉസൂലിനെതിരാണ് എന്ന് പോലും പലപ്പോഴും തബ്ലീഗ് ജമാഅത്തുകാർ സംസാരിക്കാറുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുൽ കിതാബിൽപ്പെട്ട പിന്നെ ചില പണ്ഡിതന്മാരെ പുകഴ്ത്തി പറഞ്ഞു. എന്തേ കാരണം? അവരുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. ആ സ്വഭാവത്തിൽ ഒന്ന്, യുമിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വയഉമുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. അവർ നന്മ കൽപ്പിക്കുന്നവരായിരുന്നു, തിന്മ വിരോധിക്കുന്നവരായിരുന്നു. വയുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയിലേക്ക് അവർ മത്സരിച്ച് മുന്നേറുന്നവരായിരുന്നു. ഇതാണ് അഹ്ലുൽ കിതാബിലെ നല്ല പണ്ഡിതന്മാരുടെ സ്വഭാവം. എന്നാൽ അല്ലാഹു തആല അഹ്ലുൽ കിതാബിലെ മോശക്കാരായ പണ്ഡിതന്മാരെ ചീത്ത പറഞ്ഞു, ആക്ഷേപിച്ചു പറഞ്ഞു. അവരെ കുറിച്ച് എന്താ പറഞ്ഞത്? കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ, സമൂഹം ചെയ്തിരുന്ന തിന്മയെ തൊട്ട് അവർ വിരോധിച്ചിരുന്നില്ല. ആ പണിയാണ് ഇന്ന് ആരേറ്റെടുത്തത്? തബ്ലീഗ് ജമാഅത്തുകാർ ഏറ്റെടുത്തത്. മുൻഗാമികളായ നല്ലവരായ അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളുകളെ അല്ലാഹു തആല പുകഴ്ത്തി പറഞ്ഞു, യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, രണ്ടും ചെയ്യും, നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും. തബ്ലീഗ് ജമാഅത്തുകാർ പറയുന്നു, അവർ പ്രത്യേകം എഴുതി വെച്ചു, അവരുടെ ഉസൂലുകൾ പെട്ടതാണ് മഅറൂഫ് കി ദഅവത് ദേന और മുൻകർ കോ ന ഛേഡന, നന്മയിലേക്ക് ക്ഷണിക്കണം, തിന്മയെക്കുറിച്ച് മിണ്ടാൻ പാടില്ല. അപ്പൊ ഇത് സുന്നത്ത് ജമാഅത്തിന്റെ മാർഗമല്ല. ഇത്തരം പിഴച്ച വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഫഇന്ന ജമാഅത്ത് തബ്ലീഗ്, ജമാഅത്ത് തബ്ലീഗ് എന്ന് പറഞ്ഞാൽ ലൈസ ഇൻദഹും ബസീറത്തുൻ, അവരുടെ അടുക്കൽ ഉൾക്കാഴ്ചയില്ല, ഫീ മസായിലിൽ അഖീദ, വിശ്വാസ വിഷയങ്ങളിൽ, ഫലാ യജൂസുൽ ഖുറൂജു മഅഹും, അതുകൊണ്ട് അവരുടെ കൂടെ ഇറങ്ങി പോകാൻ പാടില്ല. ഇല്ലാ ലിമൻ ലദൈഹി ഇൽമുൻ വബസീറത്തുൻ ബിൽ അഖീദത്തി സ്വഹീഹ അല്ലതി അലൈഹാ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ പഠിപ്പിക്കുന്ന ശരിയായ അഖീദ എന്താണോ അതിനെക്കുറിച്ചുള്ള കൃത്യമായ ഉൾക്കാഴ്ചയുള്ളവനെ ആരെ കൂടെ പോകാവൂ? ഇവരെ കൂടെ പോകണമെങ്കിൽ പോകാവൂ, അല്ലെങ്കിൽ ഓല് നിങ്ങളെ പഴപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കേട് വന്നു പോകും, അവരെ കൂടെ പോകരുത്. പിന്നെ എന്തിനാ നിങ്ങൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം സ്വന്തം കയ്യിലുണ്ടെങ്കിൽ പിന്നെ അവരുടെ കൂടെ പോകുന്നത് എന്തിനാ? ഹത്താ യുർഷിദഹും, അവരെ നന്നാക്കാൻ വേണ്ടിയിട്ട്, നാട്ടുകാരെ നന്നാക്കാനല്ല, ഈ പോണവരെ നന്നാക്കാൻ.
പിന്നെ കുറച്ചാൾ കെട്ടും കെട്ടി പോകുന്നുണ്ടല്ലോ, അവരെ നന്നാക്കാൻ കുറച്ച് അഖീദ നല്ലവരൊക്കെ ഉള്ളത് അവരെ കൂടെ പോകണം. ഹത്താ യുർഷിദഹും വയൻസഹഹും, അവരെ ഉപദേശിക്കാനും വയതആവനുമാഹും അലൽ ഖൈർ, ഖൈറിന്റെ വിഷയത്തിൽ അവരോട് സഹകരിക്കുകയും വേണം. അവർക്ക് കുറച്ചൊക്കെ അഖീദയും പഠിപ്പിച്ചു കൊടുക്കണം. ലിഅന്നഹും നശീതൂന ഫി അമലിഹിം, കാരണം നല്ല ഉന്മേഷമുള്ള ചെറുപ്പക്കാരും പ്രവർത്തകരുമാരാണ്. അത് ഖൈർ തന്നെയാണ്, ഉള്ളതില്ല എന്ന് പറയാൻ പറ്റൂലല്ലോ. അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നശീത്തുകളാണ്. ലാക്കിന്നഹും യഹ്താജൂന ഇലൽ മസീദി മിനൽ ഇൽമി, കുറച്ചൊക്കെ പഠിക്കാണ്ട് അവർ ഒന്നും പഠിച്ചിട്ടില്ല, അങ്ങനെ പോകുക എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ഇൽമിന്റെ ആവശ്യമുണ്ട്. ഇലാ മൻ യുബ്സിറുഹും മിൻ ഉലമായി തൗഹീദി വസുന്ന, തൗഹീദ് അറിയുന്ന, സുന്നത്ത് അറിയുന്ന, അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഇൽമുള്ള കുറച്ച് ഉലമാക്കളുടെ കുറച്ച് പേരെ കൂടെ പിന്നാലെ പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് പോയി കൊടുക്കണമെന്ന് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫതാവയിൽ വിശദീകരിക്കുന്നുണ്ട്. ഇനി സഹോദരങ്ങളെ, ദഅവത്തിന് നമ്മൾ ആരും എതിരല്ല. പക്ഷേ ദഅവത്തിന് വേണ്ടി ഇങ്ങനെ 3 ദിവസം പോകൽ, അത് മാസത്തിൽ ഇത്ര ദിവസം പോകൽ, കൊല്ലത്തിൽ ഒരു 40 ദിവസം എന്ന് പറഞ്ഞ് പ്രത്യേകമായി അതൊരു വലിയ കാര്യമായി, അതൊരു ഇബാദത്തിന്റെ പരിധിയിലേക്ക് എന്ന് പറഞ്ഞാൽ ദിവസം നിശ്ചയിക്കലുകൾ, ആ ദിവസം നിശ്ചയിക്കലുകളെ, ആ എണ്ണം നിശ്ചയിക്കലുകളെ, അതിന് ആ ഒരു രൂപത്തിൽ കാണുമ്പോൾ അവിടെ നമുക്ക് ചില സംശയങ്ങളൊക്കെ വരുന്നു. മാത്രമല്ല ഇതിനു വേണ്ടി ഖുർആൻ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്യാം. ഈ നിലയ്ക്ക് ഇറങ്ങണം. അപ്പൊ സാധാരണക്കാരായ ആളുകളെ ഇതിപ്പോ ഇറങ്ങിപ്പോയ ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ പോയിട്ട് നേരത്തെ പറഞ്ഞ ഫളായിൽ ആമാലങ്ങൾ കേട്ടില്ലേ, ആ ഒരാൾ പറഞ്ഞു, ഈ ഒരാൾ പറഞ്ഞു, ആ ഒരു പെണ്ണ് പറഞ്ഞു, ഈ ഒരാൾ പറഞ്ഞു, ആര് ഒരു അഡ്രസ്സില്ലാത്ത കുറെ കഥകൾ, റസൂലിന്റെ പേരിൽ കുറെ കള്ളക്കഥകൾ, പ്രവാചകന്റെ പേരിൽ കളവ് പറയുന്ന കുറെ മൗദൂആയ നിർമ്മിതങ്ങളായ ഹദീസുകൾ. അതാണല്ലോ പോയിട്ട് ചിലപ്പോൾ 3 ദിവസം അല്ലെങ്കിൽ 10 ദിവസം അല്ലെങ്കിൽ 40 ദിവസമൊക്കെ നിങ്ങൾ ഭാഗത്ത് താമസിക്കുമ്പോൾ പള്ളിയിൽ നിന്ന് വായിച്ചു കൊടുക്കൽ. ആ ആളുകളെ വിശ്വാസം അയച്ചു പോകുകയാണ് നിങ്ങളുടെ കൂടെ പോകുന്നത് കൊണ്ട്. ആ പോരലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഖുർആന്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യുക. ആ ഒരു കുഴപ്പം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ വന്ന ആയത്തുകൾ, ഏത് ജിഹാദിന് പോകണം, യുദ്ധത്തിന് പോകണം എന്ന് പറയുന്ന ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ദഅവത്തിന് വേണ്ടി ഇറങ്ങണമെന്ന് ന്യായീകരിക്കാം. അതെന്താ, ഫീ സബീലില്ലാ എന്നില്ലേന്നാ, ഫീ സബീലില്ല ആമല്ലേന്ന്. അങ്ങനെ എല്ലാ സ്ഥലത്തും ഫീ സബീലില്ല ആമാക്കി എടുത്താൽ ഇവിടെ നിൽക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും അള്ളാന്റെ മാർഗത്തിൽ എന്നുള്ള ആ പദത്തെ എടുത്തിട്ട് ഈ നിലക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങോട്ട് ആക്കി തീർക്കുകയാണെങ്കിലും ഖുർആൻ മുഴുവനുള്ള ഫീ സബീലുകൾ പരിശോധിച്ചാൽ ഇവിടെ ഒന്നും നിൽക്കൂല. അപ്പൊ ദഅവത്തിന് അതല്ലാണ്ടത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പറഞ്ഞോളൂ, എന്താ കുഴപ്പം? മൻ ദഅ ഇലാ ഹുദൻ ഫലഹു അജ്റുഹു വഅജ്റു മൻ അമില ബിഹി, പ്രതിഫലം റസൂൽ പഠിപ്പിച്ചാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അലി ലഅൻ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ ഹുമുരിൻ നഅം. യാ അലി, അല്ലയോ അലി, ഒരാൾ നിന്നിലൂടെ ഹിദായത്തിലേക്ക് വരുന്നത് ചുവന്ന ഒട്ടകക്കൂട്ടങ്ങളെക്കാൾ നിനക്ക് നല്ലതാണ് എന്ന് പറയുമ്പോൾ ദഅവത്തിന്റെ പ്രാധാന്യം തന്നെയാണത്. എന്തിനാ നമ്മൾ ഇല്ലാത്തത് നമ്മൾ ഉണ്ടാക്കണെന്തിനാ? ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യണെന്തിനാ? എന്താ ദുർവ്യാഖ്യാനം എന്ന് പറയാം, കേട്ടോളൂ. ഇൻഫിറൂ ഖിഫാഫൻ വസിഖാല വജാഹിദു ബിഅംവാലികും വഅൻഫുസികും ഫീ സബീലില്ലാഹ്. നിങ്ങൾ ഖിഫാഫുൻ സിഖാലും ആണെങ്കിലും ഇറങ്ങണം. സൗകര്യമുള്ളവരാണെങ്കിലും ശരി, സൗകര്യം കുറവാണെങ്കിലും ശരി, ഇറങ്ങണം. എന്നിട്ടോ വജാഹിദു ബിഅംവാലികും വഅൻഫുസികും ഫീ സബീലില്ലാഹ്, ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യണം. ലോകത്ത് ഏത് മുഫസ്സിറ അത് ദഅവത്തിന് വേണ്ടി ഇറക്കാന്ന് പറഞ്ഞത്? ഇത് തബ്ലീഗിന് വേണ്ടിയിട്ടുള്ള പോക്കാന്ന് ഏത് മുഫസ്സിറാ പറഞ്ഞത്? തബ്ലീഗ് ജിഹാദ് അല്ല എന്നല്ല പറയുന്നത്. ഈ ആയത്ത് പറയുന്നത് യുദ്ധത്തെ കുറിച്ചാണ്. ഈ പുസ്തകത്തിൽ ഇതിന്റെ 117 അതേപോലെ 18 ആയത്തുകളിൽ പിന്നെ പേജുകളിലും വിശദീകരിക്കുകയാണ്. കേട്ടോളൂ. ഇസ്തര अल्लाह रब्बुल इज्जत अपने बंदों को आगाह कर रहे हैं कि जब अल्लाह के दीन की खातिर बाहर निकलने की दावत दी जावे तो फिर ये उदरत मादरत कैसे करे. ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങാൻ പറഞ്ഞാൽ, അതായത് ചില ആളുകളോട് പണ്ട് നിങ്ങൾ ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞല്ലോ ഭയങ്കര ചൂടാണ്, എങ്ങനെ പോവുക എന്നൊക്കെ ചോദിച്ചത് തബ്ലീഗിനെ കുറിച്ചല്ല, അത് തബൂക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പൊ ചില ആളുകൾ ഏത് കാലത്തും യുദ്ധത്തിന് ഇറങ്ങാൻ പോകുമ്പോൾ പിന്മാറുന്നുണ്ട്, അവർ ഭൂമിയിലേക്ക് പിൻവലിയുന്നുണ്ട്. അപ്പൊ അവർ കാരണം പറയാ, ചൂടാണ്, പ്രയാസാണ് പലതും. ഇവർ ഈ തബ്ലീഗിലേക്ക് മുട്ടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ആയത്തുകളെ ന്യായീകരിക്കുന്നത്. അതിന്റെ ആവശ്യം എന്താ? ഇതില്ലാതെ തബ്ലീഗിന് മഹത്വം ഉണ്ടല്ലോ. ഇതിലില്ല ഈ ദുർവ്യാഖ്യാനം നടത്താതെ തന്നെ. ഇപ്പൊ നോക്കി നിങ്ങൾ, യാ അയ്യുഹല്ലദീന ആമനൂ മാലക്കും ഇദാ ഖീല ലക്കും ഇൻഫിറൂ ഫീ സബീലില്ലാഹി ഇസ്താഖൽതും മിനൽ അർള് അർളീതും ബിൽ ഹയാത്തിദ് ദുനിയാ മിനൽ ആഖിറ. നിങ്ങൾ പരലോകത്തേക്കാൾ ദുനിയാവ് കൊണ്ട് തൃപ്തിപ്പെടുകയാണോ? അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലേക്ക് ഉൾവലിയുകയാണോ? ഇത് എന്തിനെ കുറിച്ചാ? ജിഹാദ് എന്ന് പറയുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഇറങ്ങാനുള്ള ആയത്താണ്. ആ ആയത്തിന് ഇവിടെ ന്യായീകരിക്കുകയാണ്.
എന്നിട്ട് അവർ ആ വിശദീകരണത്തിൽ എന്താ പറഞ്ഞതെന്നറിയോ? അങ്ങനെ നിങ്ങൾ ഭൂമിയിലൂടെ കുറേ നടക്കണം. അങ്ങനെ കുറേ നടക്കുമ്പോൾ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് സീറൂഫിൽ അർളി, ഭൂമിയിലൂടെ നിങ്ങൾ വ്യാപിക്കണം. അപ്പോൾ കുറേ അനുഭവങ്ങൾ കിട്ടും, കുറേ പരിചയങ്ങൾ കിട്ടും. ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ആയത്തിനെ ന്യായീകരിക്കുന്നത്. തബ്ലീഗിന് ഈ ദുർവ്യാഖ്യാനം നടത്താതെ തന്നെ മഹത്വമുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന 3-നും അതേപോലെ 10-നും 40-നും അതിന്റെ ആ ഗൗരവമൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. തബ്ലീഗ് ജമാഅത്തിന്റെ അബദ്ധങ്ങളിൽ ഏറ്റവും വലിയൊരു അബദ്ധം ഇത് തന്നെയാണ്. ഇനിയോ മറ്റൊന്ന്, തബ്ലീഗ് ജമാഅത്തിന് ഇറങ്ങാൻ 40 ദിവസം എന്നുള്ളൊരു കണക്കാക്കേണ്ടല്ലോ. തബ്ലീഗിന് ഇറങ്ങാൻ കൊല്ലത്തിൽ 40, മാസത്തിൽ 10, കണക്കിന് കൃത്യമായിട്ട് അറിയുന്നില്ല, നമ്മളതിന് പോകാത്തതുകൊണ്ട്. കൊല്ലത്തിൽ 40 എന്ന ഓർമ്മ അങ്ങനെ പറയാറുണ്ട്. ഈ 40 ഇതിനെവിടുന്ന തെളിവ്? ഇനി 40 ദിവസം ദേവത്തെ നടത്താൻ പാടില്ല എന്നല്ല, 41 ആകാം, 39 ഒക്കെ ആകാം. പക്ഷെ 40 അതിനൊരു പ്രത്യേകത കാണൽ. അപ്പൊ നിങ്ങൾ പറയും അത് ബിദഅത്തൊന്നല്ല, അങ്ങനെ നിങ്ങൾ സമ്മേളനം നടത്തുന്നില്ലേ, നിങ്ങൾ അവിടെ പിന്നെ ലൈറ്റിംഗ് നടത്തുന്നില്ല, നിങ്ങൾ ഇൻസൈറ്റ് നടത്തുന്നില്ലേ? അള്ളാന്റെ കലാം എടുത്തിട്ട് ഈ 40 ഉണ്ടാക്കിയത് അറിയോ? ഹദീസ് എടുത്തിട്ട് ഈ 40 ഉണ്ടാക്കിയത്. കേട്ടോളൂ, ഇത് വെറുതെ പറഞ്ഞതല്ല. ഈ പിന്നെ ഇത് വേറെ പുസ്തകമാണ്, തബ്ലീഗ് ജമാഅത്തെ തബ്ലീഗ് पर इतराज़ात के जवाबात, തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ചുള്ള വിമർശനങ്ങൾക്കുള്ള മറുപടി. ഈ പുസ്തകത്തിൽ ഇതിന്റെ 78 അതേപോലെ 79 പേജുകളിൽ വിശദീകരിക്കുക എന്താണ്. മൂസാ നബിയോട് അല്ലാഹു തആല 40 ദിവസം അങ്ങോട്ട് തൂർ പർവ്വതത്തിൽ ചെല്ലാൻ പറഞ്ഞില്ലേ? ആ ആയത്തെടുത്തിട്ടാണ് ഇവർക്ക് തബ്ലീഗിന് ചെല്ലാൻ 40 ദിവസത്തെ തെളിവ്. ഏത് മുഫസ്സിറാ പറഞ്ഞത്? ഇതിന് തെളിവാക്കാൻ ലോകത്ത് മൂക്കി കീഴ്പ്പെട്ടുള്ള ഏത് മുഫസ്സിറാണ് പറഞ്ഞത്? നിങ്ങളെ മറ്റേ ആളുണ്ടാവും, ഏത് ഹക്കീമുൽ മില്ല ഥാനവി എന്ന് പറയുന്ന അതൊന്നുമല്ല, അതൊന്നും ഇവിടെ വേണ്ട. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് അംഗീകരിക്കുന്ന ഏത് മുഫസ്സിറാണ്? ഈ പുസ്തകത്തിന്റെ പേര് എഴുതി വെച്ചോളി, തബ്ലീഗി ജമാഅത്തെ തബ്ലീഗ് पर इतराज़ात के जवाबात. ഇതിന്റെ 78 അതേപോലെ 79 പേജുകളിൽ ഈ കാര്യം വിശദീകരിക്കുകയാണ്. കേട്ടോളൂ. ഇതാ अब्दुल्ला बिन मसऊद रज़ियल्लाहु ताला अन्हु की मशहूर हदीस है कि जिसको साहिब मिशकात ने बुखारी और मुस्लिम दोनों से नकल किया है. वो फरमाते हैं हम रसूल सल्लल्लाहु अलैहि वसल्लम ताला के जो सादिक व मसदूक है इरशाद फरमाया कि आदमी की इब्तिदा खिलकत माँ के रहम में 40 दिन तो नुत्फा रहती है और फिर 40 दिन तक खून का लौथड़ा रहता है, फिर 40 दिन तक वो ബൗനി ബനാ റഹ്ത. സംഭവം എന്താണെന്നറിയോ? ഒരു മാതാവിന്റെ ഗർഭാശയത്തിൽ കുട്ടി 40 ദിവസം ബീജമാണ്, 40 ദിവസം രക്തമാണ്, 40 ദിവസം പിന്നെ എല്ല് വരും. ആ 40 എടുത്തിട്ട് പല തബ്ലീഗിന് പോകണം 40 തെളിവുണ്ടാക്കിയത്. അത് എവിടുത്തെ തെളിവാണ്? ഇതിന്റെ പേരാണ് ദുർവ്യാഖ്യാനം. അള്ളാഹിനെ ഖുർആൻ എടുത്ത് ദുർവ്യാഖ്യാനം ചെയ്യുക, ആയത്തെടുത്തിട്ട് ദുർവ്യാഖ്യാനം ചെയ്യുക. ഇത് മാത്രമല്ല, വേറെ ഹദീസുകളുണ്ട്. എന്താ 40 തെളിവുണ്ട് എന്നാ. ആരെങ്കിലും ജമാഅത്തോട് കൂടി ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെടാതെ ഇമാമിന്റെ കൂടെ നഷ്ടപ്പെട്ട് നമസ്കരിച്ചാൽ, അപ്പൊ 40 ദിവസം നമസ്കരിച്ചാൽ എന്നാണ്. ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെടാതെ 40 ദിവസം നമസ്കരിച്ചാൽ ഫലഹു ബറാഅത്താൻ, 2 ബറാഅത്തുണ്ട്. ബറാഅത്തു മിനന്നാർ വ ബറാഅത്തു മിനൻ നിഫാഖ്, നിഫാഖിൽ നിന്നുള്ള കാപട്യ മോചനവും അതേപോലെ നരകത്തിലുള്ള മോചനവും. അവിടെ 40 എന്നില്ലേ? അവിടെ 40 ഉണ്ടായതുകൊണ്ട് ഈ ഒരു 40 മഹത്വം കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ ഖുർആനിൽ വേറെ കണക്ക് ഞാൻ കുറെ പറഞ്ഞുതരാം. സലാസത്ത് ഖുറൂ എന്നൊരു കണക്കുണ്ട്. സലാസത്ത് ഖുറൂ 3 ശുദ്ധികാലം. അത് പറ്റൂല. ഹൗലൈനി ഗാമിലൈൻ 2 പൂർണ്ണമായ കൊല്ലം, അത് പറ്റൂല. തിൽക അശറത്തുൻ ഗാമില, ഹജ്ജിന് പോയ ഒരാൾക്ക് ഇനി ബലിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 3 ദിവസം നോമ്പ് ഹജ്ജിലും ബാക്കി 7 സബഅത്തുൻ ഇദാ റജഅതും തിൽക അശറത്തുൻ കാമില, അത് പറ്റൂല. അപ്പൊ കണക്ക് ഖുർആനിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ എന്താണ് ഇതിന് മാനദണ്ഡം? സലഫികളായ ആധുനിക സലഫികൾ, നവസലഫികൾ, പഴയ യഥാർത്ഥ സലഫിയത്തിൽ തെറ്റിപ്പോയവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സുഖമില്ലാണ്ട് എങ്ങനെ പണ്ഡിതന്മാരൊക്കെ തെറി പറഞ്ഞ് ചീത്ത നടക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെ ഒന്ന് ചിന്തിക്ക്. അവരോട് കൂടിയാണ് ഈ കാര്യമൊക്കെ പറഞ്ഞത്. നമ്മൾ അവരെ കാണാനും പോയിട്ടില്ല, കാണാൻ പൂജ്യപ്പെട്ടിട്ടില്ല, കണ്ടിട്ടില്ല, കേൾക്കാൻ പോയിട്ടില്ല. ഇങ്ങനെ ചില ആൾക്കാരൊക്കെ വാട്സപ്പിൽ സംസാരിക്കണ്ടെന്ന് കേട്ടോണ്ടെന്ന് പറഞ്ഞു. ഒരു കേൾക്കാൻ വേണ്ടി ഒന്ന് പുറപ്പെട്ട് തുടക്കത്തിൽ തന്നെ ദജ്ജാല് കദ്ദാബ് എന്നുള്ള ചില സംസാരങ്ങൾ കേട്ടപ്പോൾ നിർത്തി. ഇത് സുന്നത്തമാത്തല്ല എന്ന് മനസ്സിലായി. പിന്നെ ഞാൻ ആലോചിച്ചു, ഇയാളായിട്ട് ഈ റിജാലുസുന്നത്ത് ചർച്ച ചെയ്യുന്ന ആളായിട്ട് ഒരുക്കുമെന്ന്. കാരണം ഈ ഹദീസുകളിലൊക്കെ പരമ്പര ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഇന്ന പരമ്പരയിലത്തെ ഇന്ന ആള് അദ്ദേഹം കദ്ദാബുൻ, അദ്ദേഹം കദൂബുൻ, അദ്ദേഹം ഗൈറു സിഖത്ത് എന്നൊക്കെ കാണാം. അത് പറയാൻ ഏൽപ്പിച്ച ആളായിട്ട് ഒരുക്കുമെന്ന് അൽബാനിനെ കുറിച്ച് ദജ്ജാലി കദ്ദാബ് എന്നുള്ള വാക്കുകളെ കേട്ടപ്പോൾ അങ്ങനെയും തോന്നിപ്പോയി. അപ്പൊ പിന്നെ ആ ഭാഗത്ത് വല്ലാണ്ട് കയറിയിട്ടില്ല. ഏതായാലും ഇതൊക്കെ ഒന്ന് പഠിക്കും. അല്ലാണ്ട് ആളുകളെ ചീത്ത പറയാൻ വേണ്ടി മാത്രം ഇറങ്ങാൻ പോകും.
ജാമിയത്തുൽ ഹിന്ദുൽ ഇസ്ലാമിയങ്ങൾ എന്ത് ചെയ്തത്? ജാമിയത്തുൽ ഹിന്ദിൽ ഫിഖിന്റെ മുഖാറന പഠിപ്പിക്കുന്നുണ്ടെന്നാ. നിങ്ങൾക്ക് ഫിഖിന്റെ മുഖാറന പഠിപ്പിക്കാൻ എന്ത് അവകാശമാണുള്ളത്? നിങ്ങൾക്ക് ഏത് മദ്ഹബാണുള്ളത്? ഒരു മദ്ഹബ് സ്വീകരിച്ചാലേ ഫിഖിൽ മുഖാറന പഠിപ്പിക്കാൻ പറ്റുന്നുള്ളതിന് ഏതാ തെളിവ്? ഒരു മദ്ഹബ് ഞങ്ങൾ അന്ധമായി അംഗീകരിച്ചാലേ ഫിഖുൽ മുഖാറനത്തുൽ ഫിഖിയ്യ നടത്താൻ പറ്റൂ എന്ന് ആര് പറഞ്ഞു? എന്തെങ്കിലുമൊക്കെ തൊള്ളയെ തോന്നിയെ വിളിച്ചു പറഞ്ഞാൽ അതിന് കുഴപ്പമൊന്നുമില്ല. ബുരായിനെ കുറിച്ച് മുണ്ടരുത്. അവനവന്റെ മണ്ടക്കടിക്കുന്ന വർത്താനം പറയുമ്പോൾ എന്ത് തോന്നിയാസോ അവർക്ക് വിളിച്ചു പറഞ്ഞു ചെയ്യുക. അങ്ങനെ ഇപ്പോൾ നയപര നിലപാടുകൾ ചില ആളുകളുടെ. ജാമിയത്തുൽ ഹിന്ദ് നിങ്ങൾ നേരക്ക് വന്നിട്ട് അതിൽ ആരും ഒന്നും ചെയ്യാൻ വന്നിട്ടില്ല. എന്നിട്ട് അവിടെ ഫിഖുൽ മുഖാറിനെ പഠിപ്പിക്കുന്നത്. അപ്പൊ ചില ആൾക്കാർക്ക് ഒരു പണിയില്ല, ഇതിങ്ങനെ വിളിച്ചു പറഞ്ഞേ പണിയായിട്ട് ഏറ്റെടുത്തതാ. അതും ദാവത്തായിരിക്കും, അല്ല ബന്ധ ചെയ്യാം. ഞങ്ങൾ ഇനി ഒരു മദ്ഹബും അംഗീകരിക്കുന്നില്ല എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഞങ്ങൾ എല്ലാ മദ്ഹബുകളും അംഗീകരിക്കുന്നവരാ. ഞങ്ങൾ ഒരു മദ്ഹബ് അംഗീകരിക്കൂല നിങ്ങളോട് ആരാ പറഞ്ഞത്? ഒരു മദ്ഹബും അംഗീകരിക്കാത്ത ജാമിയത്തുൽ ഹിന്ദിൽ അവർ ഫിഖുൽ മുഖാറിനെ പഠിപ്പിക്കുകയാണ്. ഇനി ഒരു മദ്ഹബും അംഗീകരിച്ചില്ലെങ്കിൽ അവർക്ക് ഫിഖുൽ മുഖാറിനെ പഠിപ്പിക്കാൻ പറ്റൂലേ? ഷാഫി മദ്ഹബിന്റെ ഉസൂൽ എന്താണ്? ഹനഫി മദ്ഹബിന്റെ ഉസൂൽ എന്താണ്? ഹംബലി മദ്ഹബിന്റെ ഉസൂൽ എന്താണ്? ഓരോ ഉസൂലുകളിലും പണ്ഡിതന്മാരും ഇസ്തിംബാത്ത് എങ്ങനെ ചെയ്യുന്നത്, അവരുടെ ഇസ്തിദ്ലാലിന്റെ കൈഫിയത്ത് എന്താണ്, ഇത് പഠിപ്പിച്ച എന്താ കുഴപ്പം? സുഹൃത്തെ, കുറച്ചൊക്കെ ഇഖ്ലാസുമാണ്. ഞാൻ ജയിച്ചു, ഞാൻ കുറെ അറബി പറഞ്ഞു, ഞാൻ കുറെ അൽബാനെ ചീത്ത പറഞ്ഞു, ഞാൻ കുറെ ജാമ്യനെ ചീത്ത പറഞ്ഞു, അതുകൊണ്ടൊന്നും അവനാന്റെ പരലോകം രക്ഷപ്പെടാൻ പോകുന്നില്ല. ഖൈർ ചെയ്യ, ജീവിച്ചിരിക്കുന്ന കാലം 10, 40, 50 കൊല്ലേ ഹയാത്തുള്ളൂ. ആ ഹയാത്തിൽ കഴിയുന്നിടത്തോളം ഇഖ്ലാസോട് കൂടി നന്മ ചെയ്യുക. ഇന്നല്ലദീന ആമനു അമിലു സ്വാലിഹാത്തി കാനത്തുൽ ജന്നാത്തുൽ ഫിർദൗസ് നുസുല. ഓൻകാ ജന്നാത്തുൽ ഫിർദൗസ് ഉള്ളത്, അല്ലാണ്ട് ആവശ്യമില്ലാത്ത ഫിത്രി ഫസാദും ഉണ്ടാക്കുന്ന ആളുകൾക്കല്ല. ആ ഭാഗത്തേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. ഏതായാലും ഇനി അപ്പോൾ തബ്ലീഗ് ജമാഅത്തിന് ഇറങ്ങാനുള്ള 40 ദിവസത്തിന്റെ കണക്ക് ബന്ധാണ്. അതിനൊക്കെ ആയത്തുകളും ഹദീസുകളും ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. ഇനി സഹോദരന്മാരെ, പുതിയൊരു മതം തബ്ലീഗ് ജമാഅത്തിനെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? കേട്ടോളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്തിലെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ യഖീൻ വേണം. ഈ പുസ്തകത്തിന്റെ 45-ാമത്തെ പേജിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾക്ക് യഖീൻ വേണം. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹന്റെ യഖീൻ? വളരെ അത്ഭുതകരമായ യഖീനാണ്. ആ യഖീൻ എന്താണെന്നറിയോ? കേട്ടോളൂ. ഇതിന് ഈ യഖീൻ 4 കാര്യങ്ങളിലാണ്. അതായത് കലിമേക്ക് യഖീൻ 4 ഹേ, 4 കാര്യങ്ങളാണ്. ആ 4 2 എന്താണ്? ലാ ഇലാഹയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ലാ ഇലാഹയുമായി ബന്ധപ്പെട്ട്, ബാക്കി മുഹമ്മദ് റസൂലുള്ളാഹി. അതിൽ ഒന്നെന്താ കേട്ടോളൂ? അല്ലാഹ് കാ ഗൈർ. ലാ ഇലാഹ എന്ന് പറഞ്ഞാലേ അല്ലാഹ് കാ ഗൈർ, അല്ലാഹ് കെ ബഗൈർ കുച്ച് ഭീ നഹീ കർ സക്താ. അല്ലാഹു അല്ലാത്തവർക്ക് അല്ലാഹനെ കൊണ്ടല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ കഴിയില്ല. അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറയൂ, ഇതാണ് നബിമാര് പഠിപ്പിച്ചത് ആണോ? ഇതിനാ ഏറ് കിട്ടിയത്? മക്കത്തെ മുശ്രിക്കുകൾ ആ വിശ്വാസം ഉണ്ടായിരുന്നു. തംലിക്കുഹു വമാ മലക, അവർ അംഗീകരിച്ചിരുന്നു. അത് അംഗീകരിക്കാൻ നിങ്ങൾ വരുമൊന്നും വേണ്ട, അത് എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. എന്താ പറയുന്നത്? അല്ലാഹ് കാ ഗൈർ, അല്ലാഹ് കെ ബഗൈർ കുച്ച് ഭീ നഹീ കർ സക്താ. അല്ലാഹു അല്ലാത്തവർക്ക് അല്ലാഹനെ കൊണ്ടല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ രണ്ടാമത്തെ യഖീൻ എന്താണെന്നറിയോ? दूसरा यकीन ये पैदा करना कि अल्लाह अपने गैर के बगैर सब कुछ कर सकता है. അള്ളാഹ്ക്ക് മറ്റുള്ളവരെ കൂടാതെ സ്വന്തമായി എല്ലാം ചെയ്യാൻ കഴിയും. ഇതാ 2 യഖീൻ. വല്ലാത്ത യഖീനായി പോയി. എന്തൊക്കെയാണ്? ലാ ഇലാഹ എന്ന് പറഞ്ഞുള്ള യഖീൻ എന്താണ്? അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹനെ കൊണ്ടല്ലാണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹ്ക്ക് മറ്റുള്ളവരെ കൊണ്ടല്ലാതെ എല്ലാം ചെയ്യാൻ കഴിയും. എന്നിട്ടോ പിന്നെ പറയാൻ ഇല്ലല്ലയുടെ അർത്ഥം അത് തന്നെയാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് 2 വട്ടം വെറുതെ കൊടുത്തു എന്നേ ഉള്ളൂ. ലാ ഇലാഹക്ക് ഇപ്പൊ കൊടുത്ത വിശദീകരണം ഉണ്ടല്ലോ, അതന്നെ ഇല്ലല്ലക്ക് ഉള്ളത്. അതെന്താണ് കേട്ടോ? ഔർ ഇല്ലല്ലാഹ് കി ഹഖീഖത്ത് ബി യഹി ഹേ. ഈ പറഞ്ഞ 2 യഖീൻ തന്നെയാണ് ഇല്ലല്ലയുടെ യാഥാർത്ഥ്യവും. അതെന്താണ്? കെ ദിൽ മേ യെ യഖീൻ പുഖ്ത ഔർ കാമിൽ ഹോ ജായേ ജബ് യെ 2 യഖീൻ കാമിൽ हो गए और ये कि अल्लाह का गैर अल्लाह के बगैर कुछ नहीं कर सकता, दूसरी ये कि अल्लाह अपने गैर के बगैर कुछ नहीं कर सकता, तो कलिमे का एक जुज़ ला इलाहा इल्लल्लाह पूरा हो गया. ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂരാ ഹോ ഗയാ എന്ന് പറഞ്ഞാൽ കുറെയൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ല. പൂർക്കരോ എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ പഠിച്ചത് പൂർത്തിയായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തിയായപ്പോ അള്ളാഹനെ കൊണ്ടല്ലാതെ മറ്റുള്ളവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ മറ്റുള്ളവരെ ഒരു ആവശ്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തിയായി. ഇത് ഏത് ദീനാ? പുതിയ മത. എന്നാ അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ദീനില് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതല്ല. എന്താണെന്നറിയോ? വല്ലദീന ജിത്തനബുത് താഗൂത്ത് അയ്യഅബുദൂഹാ വഅനാബു ഇലല്ലാഹ് ലഹുമുൽ ബുശ്റാ. താഗൂത്തുകളെ വർജിക്കണേ. താഗൂത്ത് വിശദീകരണം അത് വേറെ വിഷയം. അല്ലാഹു അല്ലാത്തവർ ആരാധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതും താഗൂത്തിനൊരു വകുപ്പാണ്.
അവരെ ഒഴിവാക്കണം. അള്ളാഹുവിലേക്ക് മടങ്ങണം. ലഹുമുൽ ബുശ്റാം, അവർക്ക് സന്തോഷ വാർത്തയുണ്ട്. ഇതാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനസ്സിലായോ? ഇതാ തൗഹീദ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബിമാർ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചതല്ല, ഇവരുണ്ടാക്കിയ പുതിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം ഈ അശ്അരി ത്വരീഖത്തിൽ എന്താണ് ഒരു ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഖ്തിറാഇന് ഖുദ്റത്തുള്ളവനാണ്, പ്രവർത്തനം. അപ്പൊ ഖാലിഖാണ്, റാസിഖാണ്, മാലിക്കാണ് ഉൾക്കൊണ്ട് കഴിഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തിയായി. ഇതാണ് അശ്അരി ത്വരീഖത്ത്. അപ്പൊ അങ്ങനെ പല പിഴവുകളും ആ വിഷയത്തിലുണ്ട്. ഇനി സഹോദരന്മാരെ വേഗത്ത് പറഞ്ഞു പോവുക ഫളായിലുൽ അമാലിന്റെ കാര്യം. അതെല്ലാം കൂടി ഇവിടെ വായിക്കാൻ നമുക്ക് തന്നെ ഇപ്പം ഭ്രാന്താവും. അതുകൊണ്ട് ഞാൻ മുഴുവൻ വായിക്കണില്ല. ഇവിടെ കുറെ പറഞ്ഞല്ലോ. സാമ്പിൾ ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം തരിക പറയും. അതിപ്പോൾ ലൈഫായ ഹദീസ് ഉപയോഗിക്കാന്നൊക്കെ മുൻഗാമികൾ പറഞ്ഞിട്ടല്ലോ. ഇവിടെ വരിക ഇൻഷാ അല്ലാഹ് പഠിക്കാം. എപ്പോഴാണ് ലൈഫ് പറ്റുക, അതിനെന്തൊക്കെ വേണ്ടിയത്, അതൊക്കെ ചർച്ച ചെയ്യാം. പിന്നെ ഈ ലൈഫിനെ കുറിച്ചുള്ള ചർച്ച ചിലപ്പോൾ അവിടെ അല്ലേ, ആ കിതാബില്ലേ, ഈ കിതാബിലില്ലേ ഉണ്ട്, അത് നമുക്ക് പരിശോധിക്കാം. ഏതൊക്കെ കിതാബുണ്ടൊക്കെ ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഏതായാലും ഫളായിലെ ആമാൽ, കർമ്മങ്ങളുടെ ഫളായിൽ എന്ന് പറഞ്ഞിട്ട് അത് വലിയ പോർച്ചയായി ആളുകളെ കൊണ്ടുപോയി പള്ളിയിൽ ഇരുത്തുക, എന്നിട്ട് ഇങ്ങനെ വായിച്ചു കൊടുക്കുക. എന്താ? സ്വഹാബികളെ കുറിച്ച് കളവ്, താബീങ്ങളെ കുറിച്ച് കളവ്. ഇത് ആലോചിക്കണം നിങ്ങള്. ഇവിടെ ഫളായിലുകൾ മറ്റുള്ളവർ പറയാൻ പറ്റുമോ ഇല്ലേ എന്ന് ഉള്ള ചർച്ചയ്ക്കാണെങ്കിൽ അപ്പുറം സ്വഹാബിന്റെ പേരിൽ ഞാനിത് പറയുമ്പോൾ കളവാകുമോ എന്ന് പേടിക്കണം. റസൂൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ റസൂലിന്റെ പേരിൽ കളവാകുമോ എന്ന് പേടിക്കണം. ഖുദ്സിയായ ഹദീസിലുണ്ടെന്ന് പറയുമ്പോൾ അള്ളാഹിന്റെ പേരിൽ പറയുമ്പോൾ അള്ളാഹിന്റെ പേരിൽ കളവാകുമെന്ന് പേടിക്കണം. അതിലാണ് ഇമാം നവവി ലൈഫ് പറ്റുന്നു പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇന്ന വണ്ടിയിൽ പറ്റുന്നു പറഞ്ഞിട്ടുണ്ടോ, അതൊന്നും അല്ല ഇവിടെ വിഷയം. അത് ഇൻഷാ അല്ലാഹ് അത് വൈജ്ഞാനികമായ ചർച്ച. അതിനപ്പുറം ഞാൻ ഈ കാര്യങ്ങൾ അതിങ്ങനെ അള്ളാഹ് പറഞ്ഞിരിക്കുന്നു, റസൂൽ പറഞ്ഞിരിക്കുന്നു, സ്വഹാബി പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവരുടെ പേരിൽ ഇത് കളവാകുമെന്നുള്ള പേടി വേണം. അതിനൊരു ഒന്നെണ്ണം കേട്ടോളൂ. അപ്പൊ നമസ്കാരത്തിന്റെ മഹത്വം പറയാം. സഈദ് ബിൻ മുസയ്യിബ് അവറുകള് അദ്ദേഹം 50 വർഷക്കാലം തുടരെ ഇഷായും സുബഹിയും ഒരേ ഉദു കൊണ്ട് നമസ്കരിച്ചിരുന്നതായി എഴുതിയിരിക്കുന്നു. എവിടെ എഴുതിയിരിക്കുന്നു? ഒരു സ്വഹാബിന്റെ പേരിലായി പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി തന്റെ ഭാര്യയുമായി ഇടപെടാത്ത ആ നിലക്ക് ജീവിതം നയിച്ച സ്വഹാബിയോട് എന്താ പറഞ്ഞത്? ഫൈനലി ഐനിക അലൈക ഹഖ്ഖുൻ, നിന്റെ കണ്ണിനോട് നിനക്ക് ബാധ്യത ഉണ്ട്. 50 കൊല്ലം ഒരേ ഒതുകൊണ്ട് ഇശായും സുബൈ നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ തന്റെ കടമ നിർവഹിച്ചിട്ടില്ല എന്നല്ലേ? എനിക്ക് ഭാര്യയുണ്ട്, ഞാൻ വിവാഹം കഴിക്കുന്നുണ്ട്, ഞാൻ ഉറങ്ങുന്നുണ്ട്, ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, ഇതൊക്കെ പഠിപ്പിച്ചിട്ട് മൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ ഈ ചര്യ വിട്ടു പോകുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ പ്രവാചകന്റെ ആ ഉമ്മത്തീങ്ങളായ നമ്മൾ ഈ സ്വഹാബികളെ കുറിച്ച് കളവ് പറയാം. 50 കൊല്ലം ഒരേ ഉതുകൊണ്ട് നിസ്കരിച്ചു സുബൈയും ഇശാവും. ഒരാളിൽ മാത്രം ഈ കളവ് അവസാനിപ്പിച്ചില്ല. ഇമാം അബൂ ഹനീഫ അദ്ദേഹത്തെ സംബന്ധിച്ച് 30 വർഷം അല്ലെങ്കിൽ 40 വർഷം അല്ലെങ്കിൽ പിന്നെ ഇത്ര വർഷം 20 വർഷം ഇപ്രകാരം ഇശായും സുബഹിയും ഒരേ ഉതുകൊണ്ട് നമസ്കരിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എവിടെ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് അപ്പോൾ സഈദ് ബിൻ മുസയ്യിബ് എന്ന താബിഈയെ സംബന്ധിച്ച് ഉണ്ടായ പരാമർശം, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, ഒന്നോ രണ്ടോ ഒന്നല്ല. ഇവാർന്ന് കേട്ടോളൂ. 40 വർഷക്കാലം രാത്രി മുഴുവനും കരയുകയും പകൽ മുഴുവനും നോമ്പ് പിടിക്കുകയും ചെയ്തിരുന്നു. അത് ഒരു പ്രത്യേക പണിയായിട്ട് എടുത്ത പോലെ മഗ്‌രിബായ കരയാൻ തുടങ്ങി, പകലായ നോമ്പെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വിഭാഗത്തുണ്ട്. ഇവിടെ എഴുതി പിടിപ്പിച്ചതാണ്. രാത്രി മുഴുവനും കരയുക 40 വർഷക്കാലം, 40 കൊല്ലം കഴിഞ്ഞ കരച്ചിൽ നിന്നോ? അങ്ങനെ ഉണ്ട് ഒരു കണക്ക്. 40 വർഷക്കാലം രാത്രി മുഴുവനും കരയുകയും പകൽ മുഴുവൻ നോമ്പ് പിടിക്കുകയും ചെയ്തിരുന്നു. അതെ, എന്നിട്ട് പറയാം, ഇത് കൂടാതെ ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനും സംഭവങ്ങൾ അല്ലാഹുവിന്റെ പ്രത്യേക തൗഫീഖ് കിട്ടിയ മഹാന്മാരെ സംബന്ധിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്നു. അത് മുഴുവനും എടുത്തു പറയുക പ്രയാസമാണ്. മാതൃകക്ക് വേണ്ടി ചില സംഭവങ്ങൾ ഇവിടെ നിരത്തിയല്ലോ, രക്ഷപ്പെട്ടു, ദൈവം നിർത്തിയത്. ബാക്കി വേറെ ഫളായിൽ നമ്മുടെ വേറെ പറയാൻ തുടങ്ങിയാണ്. ഇതിനൊക്കെ മാനദണ്ഡം എന്താണ്? ഇതിന്റെ അടിസ്ഥാനം എന്താണ്? ഇനി കേട്ടോളൂ. മറ്റൊന്ന് ഇതാ, ഇബ്നു ഹജർ അദ്ദേഹത്തിന്റെ സവാജിർ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നു. ഒരിക്കലും ഒരു സ്ത്രീ മരണമടഞ്ഞു, കബറടക്കം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
അവരുടെ ഒരു പണസഞ്ചി പെട്ടെന്ന് കബറിൽ വീണുപോയി. അത് എടുക്കാൻ മറന്നു പോവുകയും കുറച്ച് കഴിഞ്ഞ ശേഷം അത് ഓർമ്മ വരികയും ചെയ്തു. പിന്നെ സഞ്ചി പോയതിനെ കുറിച്ച് ഓർമ്മ വന്നത് എടുക്കാൻ വേണ്ടി ചെന്നപ്പോ അവിടെ കബർ പോയി തുറക്കുകയും കബർ തുറന്നപ്പോ അതിൽ തീയാൽ നിറക്കപ്പെടുകയും ചെയ്തിരുന്നു. അദ്ദേഹം നിലവിളിച്ചുകൊണ്ട് ഓടി. അങ്ങനെ ഉമ്മാനോട് പോയിട്ട് വിവരം പറഞ്ഞു. അതിന് കാരണം അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ അവൾ നമസ്കാരത്തിൽ മടി കാണിക്കുന്നവൾ, നമസ്കാരം ഖളാ ആക്കുന്നവളുമാണെന്ന് ഉമ്മ മറുപടി പറഞ്ഞു. ഹദീസുകൾ നമസ്കാരം പാഴാക്കുന്നതിന് ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ അത് പറയാം. മാ സലഖകും ഫീ സഖർ ഖാലൂ ലം നകും മിനൽ മുസല്ലീൻ. തെളിവല്ലേ? അവലുമായി യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി അസ്സലാത്ത്. ഒന്നാമത്തെ വിചാരണ നമസ്കാരത്തെ കുറിച്ച് കർമ്മങ്ങളിൽ ഹദീസ് ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഈ ഇല്ലാത്തത് കൊണ്ടുവരുന്നത്? പിന്നെ ദിക്റിന്റെ മഹത്വം പറഞ്ഞിട്ട് പറയാണ്, നമ്മുടെ ഹളറത്ത് ഷാ വലിയുല്ലാഹ് സാഹിബ് ഖൗലുൽ ജലീൽ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് തന്റെ റസൂലിന്റെ ആത്മീയ സംസ്കരണത്തിനുള്ള പ്രയത്ന മാർഗത്തിന്റെ പ്രാരംഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരു ശ്വാസത്തിൽ 200 പ്രാവശ്യം ചൊല്ലിയിരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു അമ്പാണം ചൊല്ലിക്കാൻ ഇവിടെ വന്നിട്ട് നമ്മൾ കാണുന്നുണ്ടോ? ഇത് മറ്റുള്ളവർക്ക് മാതൃകയാക്കാനും പഠിക്കാനും ഇതിപ്പോ ഇങ്ങനെയൊക്കെ ഒരു ഇബാദത്ത് അള്ളാന്റെ ദീനിനെ ഇരപ്പാക്കാൻ ഇതിന് പറയാം. ലായിലാലൊക്കെ ഒരു ആശയല്ലേ? ആ പദത്തിന് ചില തലഫുദിയായ ഉച്ചാരണങ്ങളില്ലേ? 200 തവണ ഒരൊറ്റ ശ്വാസം കൊണ്ട് ചൊല്ലണമെങ്കിൽ ഓനെന്താ? എന്നാ പിന്നെ ചൊല്ലേണ്ട ആവശ്യമുണ്ടോ? ഒരു 10 തവണ മാന്യമായിട്ട് പറയണമെങ്കിൽ മനുഷ്യന് സമയം വേണ്ടേ? എന്നാൽ അത് വലിയ ഇബാദത്തായിട്ട്, അത് വലിയ പുണ്യമായിട്ടും, എന്നാൽ അത് ഞങ്ങൾ വലിയ ഖൈറാണ് ചെയ്യുന്നത്, മറ്റാരും ചെയ്യാത്ത സൽക്കരം എന്ന് പറഞ്ഞ് കൊണ്ടുനടക്കുകയാണ്. സൂഫിയാക്കളുടെ സാങ്കേതിക പ്രയോഗത്തിൽ എല്ലാവരും ഫാസേ ഉള്ളൂ. വിജയിച്ചു. ഇവര് ജയിച്ചതിന്റെ മേലെ പോയി വിജയിക്കലാണ് വലിയ ജയം എന്ന് പറയപ്പെടുന്ന ഫാസ് എന്ന് പറയപ്പെടുന്ന ഒരു കാലമുണ്ട്. അതിന്റെ ഉദ്ദേശം അള്ളാഹുവിന്റെ പേരോട് കൂടിയല്ലാതെ ഒരു ശ്വാസവും ഉള്ളിലേക്ക് കടക്കുകയോ പുറത്തേക്ക് പോവുകയോ ചെയ്യാതിരിക്കുന്നതിനുള്ള ഒരു സാധാരണ പരിശീലനമാണ്. മേപട്ടും കീപട്ടും അള്ളാഹ് ഭരിക്കുക. ഇതിന് പിരാന്ത് എന്നാ പറയാ, ദിക്റുമല്ല. അങ്ങനെ ഏത് ജമാഅത്തിനെ കൊണ്ടുവന്നാലും ഇത് പച്ച സൂഫിസ, പച്ച പിന്നെ ത്വരീഖത്തിന്റെ മാർഗങ്ങളാണ്. ജൂദായിസും ഷിയായിസും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ട് തകർക്കാൻ വേണ്ടി ഒരു കാലഘട്ടത്തിൽ, പണ്ടൊക്കെ സുഹൃദ് എന്ന പേരിൽ ആവശ്യത്തിന് ശരിയായ സൂഫിസ മാർഗം ഉണ്ടായിരുന്നു. പിന്നീട് പേച്ചുപോയ വഴികള് പലതും കടന്നു വന്നപ്പോ അവർ നിറച്ചുകൂട്ടിയ തോന്യാസങ്ങളാണ്. ഇത് അള്ളാനെ മോശാക്കല സുഹൃത്തെ. ഇപ്പൊ കണ്ടില്ലേ ചില ഒന്നിനാത്രം പോകുന്ന മനുഷ്യന്മാര് പച്ചു വലങ്ങത്ത് കുട്ടി ഇങ്ങനെ ഹൈടെക് ദിക്ർ ചാടിക്കളിച്ചിട്ട് നിങ്ങൾ കണ്ടുണ്ടാവും. ഇതൊക്കെ ത്വരീഖത്തിലൂടെ കടന്നു വരുന്നതാണ്. ഈ ത്വരീഖത്തിന് മറ്റൊരു ഏജന്റിനെ തബ്ലീഗാത്തും ഓരത്ര മുൻകെ ചരക്കളൊന്നുമല്ല. പുറത്ത് ആളുകൾ കാണുമ്പോൾ നല്ല ഇസ്തിരിയും നല്ല മിനുസൊക്കെ ഉണ്ടാവും. ആ മിനുസത്തിലും ആ പുഞ്ചിരി വഞ്ചനയിൽ പെട്ടുപോകരുത് എന്നാണ് ഞങ്ങൾക്ക് അവരെ കുറിച്ച് പറയാനുള്ളത്. ഇനി സഹോദരന്മാരെ, എന്താണെന്നറിയോ വിഷയം? ഞാൻ വേറെ പറഞ്ഞു ചുരുക്കാം. സൂഫിസം ഇസ്ലാമിന്റെ അന്യമാണ്. ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന സുഹൃദ് ഉണ്ട്, അത് വേറെ, അതല്ല ഇവിടെ ചർച്ച. സൂഫിസത്തിന്റെ പേരിൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞുകൊണ്ട് ശരീഅത്തിനും ത്വരീഖത്തിനും അപ്പുറം, അള്ളാഹിന്റെ മതനിയമങ്ങൾക്ക് അപ്പുറം വേറൊരു ഹഖീഖത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാറിപ്പോയ ചില ത്വരീഖത്തുകളിലൂടെ പോയ ആളുകൾ. നമ്മൾ തെറ്റാന്നാ പറയുന്നത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിക്ക് പറഞ്ഞത്, ലൗ അന്ന റജുലൻ തസവ്വഫ അവ്വലൻ നഹാരി ലാ യഅതി ളുഹറ ഇല്ലാ ഹത്താ യസീറ അഹ്മദ്. ഒരാള് രാവിലെ സൂഫികളുടെ കൂടെ കൂടിയ ഉച്ചയാകുമ്പോൾ തനി പൊട്ടനായിത്തീരുന്ന ആ ജാതി പണികളും ദിക്റും കാര്യങ്ങളും ആട്ടോ ചാട്ടൊക്കെ സൂഫിസിലുള്ളത് എന്ന് ഇമാം ഷാഫി പറയുന്നുണ്ട്. മല്ലസിമ അഹദുൻ സൂഫിയത 40 യൗമൻ. അവിടെ ഉണ്ട് 40 ദിവസം. 40 ദിവസം വല്ലവരും സൂഫികളുടെ പിന്നാലെ പോയാൽ മാ ആദ അഖ്ലുഹു ഇലൈഹി അബദ. നിലവാരം തിരിച്ചിട്ടൂല, അവനെ സമനില തെറ്റിപ്പോകും. ഇതാണ് സൂഫിസം എന്ന് പറഞ്ഞാൽ അതിന്റെ അങ്ങേയറ്റം. ആ സൂഫിസത്തെ കുറിച്ച് തബ്ലീഗ് ജമാഅത്തുകാർ എന്താ പറയുന്നത്? ഈ തബ്ലീഗ് ജമാഅത്ത് കണ്ട് ചില ആൾക്കാർക്ക് വിശ്വാസക്കുറവ് വേണ്ട. ഉലമാഉ ദാറുൽ ഉലൂം ദിയൂബം തന്നെ ആയിക്കോട്ടെ, എന്താ അവര് പറയുന്നത് കേട്ടോളൂ. ഇവര് സൂഫികൾ എന്ന് പറഞ്ഞാൽ വമിൻ ഹൗലാഇ മൻ യഖ്വാ അലൈഹിൽ വാരിദു ഹത്താ യസീറ മജ്നൂനാ. ചില ആളുകളൊക്കെ പല ദിക്റുകളൊക്കെ ചൊല്ലി ചൊല്ലി അവസാനം ഭ്രാന്തനാകും. അല്ലാഹു റസൂലിനെ കാട്ടിക്കും നല്ല ഒരു ഔലിയപ്പാപ്പൻ ലോകത്ത് വേറുണ്ടോ? ഇത് എല്ലാ തബ്ലീഗുകാരോടും എല്ലാം സമസ്തക്കാരും ഒക്കെ ചോദിക്കാനുള്ള ചോദ്യം. ഞങ്ങൾ പലരും കൊണ്ടുവരാണ് ത്വരീഖത്തിന്റെ ശൈഖാണ്, സൂഫിയാണ്, ഉസ്താദാണ്, വലിയാണ്, ആന ചേനൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എന്താ പറഞ്ഞത്? ഹത്താ യസീറ മജ്നൂൻ. അവസാനം അവർക്ക് ഭ്രാന്താകും. അവർ തബ്ലീഗ് ജമാഅത്തിൽ ഭ്രാന്തുണ്ട്, ഭ്രാന്തുള്ള ത്വരീഖത്തിന്റെ ശൈഖന്മാരുണ്ട് എന്നർത്ഥം. ഇനി കേട്ടോ, എന്തുകൊണ്ടാണ് ഈ ജുനൂൻ വരുന്നത്? ഇമ്മാ ബിസബബി ഖൽത്തിൻ യഗ്ലബു അലൈഹി വഇമ്മാ ബിഗൈരി ദാലിക വമിൻ ഹൗലാഇ ഖലാഉൽ മജാനീൻ. ചില ആളുകളൊക്കെ ജീവിക്കാൻ
ജീവിക്കുന്ന സാഹചര്യങ്ങളും അങ്ങനെ പല കാരണങ്ങളും കാരണം അവർ ജീവിക്കാനുള്ള സാഹചര്യം പേരേറെ സാഹചര്യമല്ല. അവന് ഇബാദത്തുമായി ബന്ധപ്പെട്ട റബ്ബിലേക്ക് അടുക്കാൻ സ്വീകരിച്ച പല വഴികളുണ്ട്. അതിലൂടെ വരുന്ന ഭ്രാന്ത് അള്ളാഹ് ഉണ്ടോ, അങ്ങനെ വരുന്ന ഭ്രാന്ത് അവർക്കാണ് ഉഖലാഉൽ മജാനീൻ, ബുദ്ധിയുള്ള ഭ്രാന്തന്മാർ എന്ന് പറയാ. ഭ്രാന്ത് എന്ന് പറയുന്നത് ബുദ്ധി പോകുമ്പോഴാ. ഇവരുടെ പേര് ഉഖലാഉൽ മജാനീൻ, ബുദ്ധിയുള്ള ഭ്രാന്തന്മാര്. അത് പറഞ്ഞവന് പേര് ഒപ്പിനെ വിടുക. അത് കൊണ്ടെടുക്കണം. ഞങ്ങൾ അതിന്റെ ആൾക്കാരാന്ന് പറഞ്ഞവരെ പേര് ഒപ്പിനാ പെടുത്തേണ്ടത്. നിങ്ങൾ പറയാണ് അല്ലദീന യുഅദ്ദൂന ഫിന്നുസാൻ, അവരാണ് നാസിഖീങ്ങൾ, സന്യാസം സ്വീകരിക്കുന്ന, അതായത് ആ നിലക്ക് ദീനിന് വേണ്ടി ഇബാദത്തിന് വേണ്ടി മാറി നിൽക്കുന്ന ആളുകൾ. വഖദ് യുസമ്മൂനൽ മൂലിഹീൻ, അവർക്ക് മൂലിഹീങ്ങൾ എന്ന് പേര് പറയാറുണ്ട്. ഖാല ഫീഹിം ബഅദുൽ ഉലമാഇ, ഈ സൂഫി വന്യന്മാരെ കുറിച്ച്, അതായത് ഈ ഭ്രാന്തന്മാരാകുന്ന ആളുകളുണ്ടല്ലോ, അവരെ കുറിച്ച് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഹൗലായി ഖൗമുൻ അഅതാഹുല്ലാഹു ഉഖൂലൻ, ഈ നേതാക്കന്മാർ, ഈ സൂഫി പണ്ഡിതന്മാരെന്നൊക്കെ പറഞ്ഞാൽ അല്ലാഹ് അവർക്ക് ചില അഖ്ല് കൊടുത്തിട്ടുണ്ട്. വഅഹ്വാല, ചില അവസ്ഥകളും കൊടുത്തിട്ടുണ്ട്. അപ്പോ അള്ളാഹ് അഖ്ല് കൊടുത്തു. ഏത് ആദ്യമുള്ള അഖ്ലല്ല, പുതിയൊരു അഖ്ല് കൊടുത്തപ്പോ പഴയ അഖ്ല് കൊണ്ടുപോയി. ഭ്രാന്തായി തന്നെ അർത്ഥം. അങ്ങനെ എന്ത് വാക്ക് കൊടുത്താലും ശരി ഒരു ന്യായീകരിക്കാണ്. അന്ന് പുതിയ അഖില് കൊടുത്തു. ആദ്യം ഉണ്ടായിരുന്ന അഖില് കൊണ്ടുപോയി. അത് തെറ്റാണ്. ആദ്യത്തെ അഖിൽ അള്ള എടുത്തു മാറ്റിയപ്പോ അവർക്ക് അള്ള ആദ്യം നിർബന്ധമാക്കിയ കർമ്മങ്ങളെ ഇല്ലാണ്ടാക്കി. ചില ആൾക്കാർ നിസ്കരിക്കാൻ നടക്കുകയാണ്. നിസ്കരിക്കാനില്ല, പള്ളിക്കില്ല. മൂപ്പരിക്ക ആ അവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ട്. അത് അള്ള പഴയ ആക്കില് കൊണ്ടുപോയിട്ട് പുതിയ ആക്കില് കൊടുത്തതാണ്. പഴയ ആക്കില് കൊണ്ടുപോയപ്പോ ആദ്യം നിർബന്ധമാക്കിയ നിസ്കാരം നോക്കാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ദീന. ഇതാരാ പറഞ്ഞറിയോ? ഇല്ലെങ്കിൽ എന്ന് പറയാം, തെരഞ്ഞു പിടിച്ചോ. എവിടെ വെച്ചാല് ഒലമാ ദിയോബന്ദിനെ ഒലമാക്കൾ രേഖപ്പെടുത്തി വെച്ചതാ. എല്ലാം ഇതിലുണ്ട്, വിശദമായിട്ട് പറയുന്നുണ്ട്. ശരി, ഇനി കേട്ടോ. ഈ അഹ്വാലുകൾ അല്ലത്തി യഖ്തരിനു ബിൽ അൽഗശിയു അവിൽ മൗതു അവിൽ ജുനൂനു അവിൽ സക്റു അവിൽ ഫനാഉ ഹത്താ ലാ യശ്ഉറ ബിനഫ്സിഹി വനഹു ദാലിക. ഈ അവസ്ഥ ഉണ്ടല്ലോ, ചില ആൾക്കാർക്ക് ബോധം കെട്ടു പോകും, ചില ആൾക്കാർ മരിച്ചു എന്ന് വരാം, ചിലർക്ക് ഭ്രാന്തായി എന്ന് വരാം, ചിലർക്ക് മയക്ക് വന്നു എന്ന് വരാം, ചിലർ ഫനയിലേക്ക് എത്തി എന്ന് വരാം. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകള് ശരഈയായ സബബുകൾ കാരണമാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയത് എങ്കിൽ അതുണ്ടായ ആള് സത്യസന്ധനാണ്, ആ വന്ന അവസ്ഥയെ തടുക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലാണ് എങ്കിൽ കാന മഹ്മൂദ, ഓനാണ് മഹ്മൂദ, സുത്യർഹമായ അവസ്ഥയിലാണ് ഉള്ളത്. അപ്പൊ എത്ര ഭ്രാന്ത് കൂടുന്നോ അത്രത്തോളം നല്ല അവസ്ഥയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വാക്കുണ്ട്, അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, തൽഹത്തും ഫിൽ ജന്ന, സഅദും ഫിൽ ജന്ന, സഈദും ഫിൽ ജന്ന, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഫിൽ ജന്ന, അബൂ ഹുറൈറത്തും ഫിൽ ജന്ന. അവരാരും സമനില തെറ്റിയിട്ടില്ല. മനസ്സിലായോ? സ്വഹാബത്തിന്റെയും താബിഈന്റെയും ഖൈറുന്നാസി ഖർനി തുമ്മല്ലദീന യലൂനഹും തുമ്മല്ലദീന യലൂനഹും എന്ന് അല്ലാഹു പറഞ്ഞ പ്രവാചകൻ പഠിപ്പിച്ച ആളുകൾ സമനില തെറ്റിയിട്ടില്ല. വസ്സാബിഖൂനൽ അവ്വലൂന സമനില തെറ്റിയിട്ടില്ല. ഇപ്പൊ അടുത്ത് വരുന്ന ചില ആൾക്കാർ സമനില തെറ്റാൻ തുടങ്ങി. കാരണം എന്തേ? ആ മുമ്പ് പോയവരുടെ മാർഗം കൈവിട്ടു പോയി, പുതിയ ശൈത്താനിയത്ത് കടന്നു വന്നു. അതാണ് സൂഫിസം. അഖലില്ലാത്ത അവസ്ഥ, നമസ്കാരമില്ലാത്ത അവസ്ഥ, ജുനൂൻ വരെ ആകാം എന്ന് പറയുന്നത് ഇതാണ് സൂഫിസം. ഈ സൂഫിസത്തെ ന്യായീകരിക്കുന്നവരും അതിനെ അംഗീകരിക്കുന്നവരുമാണ് തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ. ആ സൂഫിസം പ്രചരിപ്പിക്കാനുള്ള മാർഗമാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. ആ ത്വരീഖത്തിനെ കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ബയാൻ മദ്ഹബി ഉലമാഇ ദുയൂബിൻ വ മൻഹജുഹും, ദുയൂബ് ഉലമാക്കളുടെ പിന്നെ മദ്ഹബും അവരുടെ മൻഹജും. കേട്ടോളൂ, എന്താ നിങ്ങളുടെ മൻഹജ്? അന്ന ബിഹംദില്ലാഹ് വമശായിഖുനാ റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ വജമീഉ ത്വായിഫത്തിനാ വജമാഅത്തിനാ മുഖല്ലിദൂന ലിഖുദ്വത്തിൽ അനാം വദിർവത്തുൽ ഇസ്ലാം അൽ-ഇമാം അൽ-ഹുനാം അൽ-ഇമാമുൽ അഅ്ളം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ. ഞങ്ങൾ അദ്ദേഹത്തെ അബൂ ഹനീഫയെ തഖ്ലീദ് ചെയ്യുന്ന ആളുകളാകുന്നു. പിന്നെയോ വൽ ഫുറൂ, പിന്നെ ഫുറൂഇയായ കാര്യങ്ങളിൽ അബൂ ഹനീഫയെ ഫിഖിയായ വിഷയങ്ങളിൽ വമുത്തബിഊന ലിൽ ഹുമാം അബുൽ ഹസൻ അൽ അശ്അരി വൽ ഇമാം അൽ ഹുമാം അബൂ മൻസൂർ അൽ മാതുരീദി റളിയല്ലാഹു അൻഹുമാ ഫിൽ ഇഅ്തിഖാദി വൽ ഉസൂൽ.
ഏത്തിഖാദിലും ഉസൂലും നേരത്തെ പറഞ്ഞ പിഴവുകളുണ്ടല്ലോ, ആ പിഴവുകളൊക്കെ സ്വീകരിക്കുന്നവരാണ്, ഇതിന് വിവരം പിൻപറ്റുന്നവരാണ് ഞങ്ങള്. പിന്നെയോ അതിന് അബുൽ ഹസൻ അശ്അരി കുറ്റക്കാരനല്ലേ? അദ്ദേഹം ആദ്യകാലത്ത് പിഴച്ച പഠിപ്പിച്ചിട്ടുണ്ട്, പിന്നെ അദ്ദേഹം തൗബ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ തൗബ ചെയ്യുന്നതിന് മുമ്പുള്ള കാലത്തുള്ള പിഴച്ച വിശ്വാസമാണ് അള്ളാഹുവിന്റെ നുസൂലിനെ തഅ്വീൽ ചെയ്യുക, മറ്റുള്ള കാര്യങ്ങൾ തഅ്വീൽ ചെയ്യലൊക്കെ ഏതൊക്കെ വിശ്വസിക്കുന്നു നേരത്തെ പറയുകയും ചെയ്തു. ഇത് കേട്ടോളൂ. അപ്പൊ ഫിഖ്ഹില് അബൂ ഹനീഫയെ തഖ്ലീദ് ചെയ്യുന്നു, ഈ വിശ്വാസ കാര്യങ്ങളിലോ അബുൽ ഹസൻ അൽ അശ്അരിയെയും. എന്നിട്ട് പറയാണ് വൽ മുൻതസിബൂന മിൻ തുറുഖി സൂഫിയ, സൂഫികളുടെ ത്വരീഖത്തിൽ ഞങ്ങൾ ചേരുന്നത് ഇല ത്വരീഖത്തിൽ അലിയത്തിൽ മൻസൂബ ഇല സാദത്തിൽ നഖ്ശബന്ദിയ, ഏറ്റവും നല്ല ത്വരീഖത്തായ നഖ്ശബന്ദിയയിലേക്ക് ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം എന്താ സാധാരണ. രണ്ടാമത്തേത് ത്വരീഖത്തു സഖിയത്തിൽ മൻസൂബ ഇല സാദത്തിൽ ചിശ്തിയ, ചിശ്തിയ ത്വരീഖത്തിലേക്കാണ് ഞങ്ങൾ ചേർന്നിട്ടുള്ളത് രണ്ടാമത്തെ ത്വരീഖത്തായി. വൈല ത്വരീഖത്തിൽ ബഹിയത്തിൽ മൻസൂബ ഇല സാദത്തിൽ ഖാദിരിയ, ഖാദിരിയ ത്വരീഖത്തിലാണ് പിന്നെ ഞങ്ങൾ ചേരുന്നത്. 3 4 വൈല ത്വരീഖത്തിൽ മർദിയത്തിൽ മൻസൂബ ഇല സാദത്തിൽ സഹർവർദിയ. ഇത് അഖീദത്തു ഉലമാ ദിയോബന്ദ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിന്റെ 7ാമത്തെ പേജില് പറയുന്നത്. ഞങ്ങൾ ഇല്ലാത്ത പറയാന്ന് പറയുന്നതിന് വേണ്ടി വായിച്ചേ കേട്ടോളൂ. ഇമാം അബൂ മൻസൂർ അൽ മാതുരിദി റളിയല്ലാഹു തആല അൻഹു കഴിഞ്ഞു. അത് കേട്ട് പിന്നെ തരീഖത്ത് പറയാം സൂഫികളുടെ. सूफी में हमको इंतिसाब हासिल है, सिलसिले अली हजरत नक्शबंदी और तरीक़े अज़किया मशाइख़ चिश्तिया और सिलसिले बहिया हजरत कादरिया और तरीक़े मरदिया मशाइख़ सहरवर्दिया रज़ियल्लाहु अन्हुम के साथ. അപ്പൊ 4 ത്വരീഖത്തിന്റെ കൂടെ ഞങ്ങള് ഏതൊക്കെയാണ്? സഹറവർദിയ, പിന്നെ അതേപോലെ ചിശ്തിയ, ഖാദിരിയ, നഖ്ശബന്ദിയ. ഈ 4 ചുരുക്കി പറഞ്ഞാൽ നിർത്താം. ബാക്കി ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ചകളില് വിശദമായിട്ട് വരും. എന്താണ് 1ാമത്തെ ത്വരീഖത്ത്? എന്താ? നഖ്ശബന്ദിയ. ഇപ്പൊ തബ്ലീഗ് മാത്രം അംഗീകരിച്ചു, ഉറുദുവിലുണ്ട് അറബിയിലുണ്ട്. ഞങ്ങൾ നഖ്ശബന്ദിയ ത്വരീഖത്തുകാരാണ്. ഈ ത്വരീഖത്ത് അങ്ങനെ എന്ന് കടന്നു വന്നു. അപ്പൊ തന്നെ എന്റെ ശരിയായ സുറാത്തിദാം, അതിന് പഴച്ച അപ്പുറം പോകല്ലേ എന്ന് അല്ല പറഞ്ഞ ആയത്തിനെതിരാത് വേറെ വഴികൾ സ്വീകരിക്കുക എന്നുള്ളത്. കാരണം ഖുർആനും ഹദീസുമായി ബന്ധമില്ലാത്ത ത്വരീഖത്തുകളാ പലതും. ആ ത്വരീഖത്തിന് ഇവർ അംഗീകരിക്കുന്ന ഞങ്ങൾ അതിന്റെ ആളുകളാണെന്ന് പറയുന്ന നഖ്ശബന്ദിയന്റെ അടിസ്ഥാനം എന്താ കേട്ടോളൂ. മല്ലം യസ്ലുക് ത്വരീഖതഹു ഫഹു അലാ ഖതറിൻ മിൻ ദീനി. ഈ ത്വരീഖത്തിൽ ഒരുത്തൻ ചേർന്നില്ലെങ്കിൽ അവർ വലിയ അപകടത്തിൽ അവരുടെ ദീനിന്റെ കാര്യം. പിന്നെയോ 1 രണ്ടാമത്തേത് അള്ളാഹനെ ഓർക്കുമ്പോൾ ശൈഖിനെ കൺമുൻപിൽ വെക്കണം. ഇതിനാണ് റാബിത്ത എന്ന് പറയുന്നത്. എപ്പ അള്ളാഹനെ ഓർക്കാണെങ്കിലും കണ്ണിന് മുമ്പിൽ ആര് വരണം? അത് ശൈഖ് വരണം. ഈ ശൈഖും മുരീദും കള്ളത്തരങ്ങളും എന്നിട്ട് ശൈഖിന്റെ മുമ്പിൽ ആട്ടവും ശൈഖിന്റെ ഡാൻസും ഇതൊക്കെ തന്നെ ത്വരീഖത്തുകള്. ഞങ്ങൾ വിചാരിച്ചത് ഇതിനൊന്നും സെബിലിയമാത്തിന് ഏറ്റത് ബന്ധമില്ലാന്നാ. പക്ഷെ ജാമിയത്തുൽ ഹിന്ദിനെ കുറിച്ചും ഫിഖ്ഹുൽ മുഖാറിനൊക്കെ കേട്ടപ്പോ കുറച്ചൊന്ന് പഠിച്ചോക്കാൻ തോന്നി ഇവരെ കുറിച്ച്. അപ്പൊ ഇതൊക്കെ പുതിയ വിവരങ്ങളാ. അപ്പൊ ഇതൊന്നല്ല, ഒന്നും അറിഞ്ഞില്ല. പഠിച്ചപ്പോ കിട്ടിയത് തന്നെയാണ്. ഇത്ര വലിയ അടുക്കാൻ പറ്റാത്ത ജാതികളാണെന്ന് പഠിച്ചപ്പോഴാണ് മനസ്സിലായത്. ശരി, ഇനി കേട്ടോളൂ. മനുഷ്യ രൂപത്തിലും ചെടിയുടെ രൂപത്തിലും കുതിരയുടെ രൂപത്തിലും അല്ലാഹു വെളിവാകും. അൻ ബഹിജത്തു ശരിയ എന്ന് പറയുന്ന ഈ നഖ്ശബന്ദിയ ത്വരീഖത്തിന്റെ കിതാബുണ്ട്. അതിന് വാതിലെടുത്ത് വായിച്ചതൊക്കെ കിട്ടും. ഇനിയോ അള്ളാഹു നമസ്കരിക്കുന്നുണ്ട്. വലിയ വിശ്വാസമാണ് നഖ്ശബന്ദിയെ. എവിടുന്ന് കിട്ടിയടോ നിങ്ങൾക്ക് ഇത്? നിങ്ങളൊക്കെ പറയാൻ പാടോ ഞങ്ങൾ അതിന്റെ ആളുകളാണ്? അള്ളാഹ് നമസ്കരിക്കുന്നുണ്ട്. അസ്റാർ പിന്നെ മദാരിജുൽ അഖ്യാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചതാ. പിന്നെയോ മനുഷ്യന്റെ റൂഹിന് അള്ളാഹുവോട് സാദൃശ്യമുണ്ട്. അവരുടെ വിശ്വാസമാണ് നഖ്ശബന്ദിയന്റെ. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറും പ്രകാശം മാത്രമാണ്. അതന്നെ മാലയില് നമ്മുടെ സമസ്തക്കാർ ചൊല്ലി നടക്കുന്നതും നിങ്ങളെന്തിനാ വേറെ പോകുന്ന ആവശ്യമില്ലല്ലോ. 2 ഒറ്റ മർക്കസും കേന്ദ്രം കോഴിക്കോടൊക്കെ പോരെ, ചേളാരിയോ കാരം ദൂരം എവിടെയെങ്കിലും ഒന്ന്. വേർതിരിവൊന്നും കാണാനല്ല. അവർ അംഗീകരിക്കുന്ന എല്ലാ ത്വരീഖത്തും നിങ്ങളുടെ കയ്യിലുണ്ട്. അവരൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ എന്തിനും നിങ്ങൾ വേർത്ത് നിൽക്കുന്നു? നിങ്ങൾ അവരെയും വെറുപ്പിക്കുകയാണ്, നിങ്ങൾ അവരെയും വെറുപ്പിക്കുന്നതാണ്. എന്തിനാ മനസ്സിലാകുന്നില്ല? ഈ ദിവസം ഇസ്തിഹാസിന്റെ നായികരുടെ എല്ലാവരുടെ കയ്യിലുണ്ട്. ശരി, പോട്ടെ. പിന്നെയോ ഹല്ലാജ് ഹിജറ 309 അബ്ബാസിയ കാലഘട്ടത്തിൽ തൂക്കിക്കൊല്ലപ്പെട്ട ആളാണ് ഹല്ലാജ് എന്ന് പറയുന്ന സൂഫി വര്യൻ.
ആ ഹല്ലാജിന്റെ ചില പദ്യങ്ങളുണ്ട്. ആ പദ്യം ചൊല്ലണം നക്ഷബി എന്ന തരീഖത്ത് പറയുന്നത്. എന്താ ഹല്ലാജിന്റെ വലിയ പദ്യം? കഫർതു ബിദീനില്ലാഹി വൽ കുഫ്റു വാജിബുൻ ലദയ്യ വഇൻദൽ മുസ്ലിമീന ഖബീഹു. അല്ലാഹുവിന്റെ ദീനിനെ ഞാൻ ഇതാ കുഫ്ർ ചെയ്യുന്നു. വൽ കുഫ്റു വാജിബുൻ, കുഫ്റാകട്ടെ വാജിബുമാണ്. ലദയ്യ, എന്റെ അടുക്കൽ മാത്രമല്ല വഇൻദൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളുടെ അടുക്കലും കുഫ്റുമാണ് ഖബീഹുമാണ്. എന്തിനാ നമ്മളൊക്കെ ഞാൻ തെബിലിയമെത്താനെന്ന് നടക്കുന്നത്? കുറച്ചൊക്കെ നമ്മളെ പേര് എഴുതുമ്പോ നമുക്കൊരു ഇത് വേണ്ടേ? ആ പേര് ഇപ്പൊ എങ്ങനെ ഞാൻ കൊടുക്കാന്നൊരു ഇത് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുമ്പോൾ അപകടങ്ങളാണ്. അപ്പോ നഖ്ശബന്ദിയ ത്വരീഖത്തിന്റെ ആളുകൾ എന്ന് പറയുന്നു, നഖ്ശബന്ദിയ ത്വരീഖത്തിന്റെ അവസ്ഥ. ഇനി അതിൽ കറാമത്ത്, ശേഖന്മാരെ കറാമത്തുകൾ ഇങ്ങനെ പറഞ്ഞു പൂരിപ്പിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ. എത്രത്തോളം അറിയോ? ഒരാള് സലാം പറഞ്ഞു, ശേഖ് മടക്കിയില്ല. പിന്നെ ശേഷം ഞാൻ ചോദിക്കാം, എന്താ നിങ്ങൾ മടക്കാത്തത്? അങ്ങനെ വലിയ ഈ സമസ്തക്കാര് വലിയ ഔലിയാക്കന്മാരെ അവസ്ഥ നോക്കിയ ഒന്നുകിൽ ഭ്രാന്തന്മാരായിരിക്കും, അല്ലെങ്കിൽ ദീനുമായിട്ടൊരു ബന്ധമില്ലാത്തവരായിരിക്കും. നിങ്ങളിങ്ങനെ കുറേ കള്ളക്കഥ, സലാം പറഞ്ഞാൽ മടക്കിയില്ല. വേറെ കറാമത്ത് പറയാം, അവിടുത്തെ പിന്നെ ഖബറാളി ഇങ്ങനെ എണീച്ചു വന്നു, അപ്പൊ സലാം പറഞ്ഞപ്പോ മടക്കിയില്ല. എന്താ സലാം പറഞ്ഞപ്പോൾ മടക്കാത്തത്? ഞാൻ മയ്യത്താ മടക്കറിയില്ല, പിന്നെ എങ്ങനെ സലാം മടക്കുക? മയ്യത്ത് ഇങ്ങോട്ട് പറഞ്ഞു. ഇത് എഴുതിയവന്റെ അന്ത എത്ര ഉണ്ട്? മയ്യത്ത് എണീറ്റ് വന്നിട്ട് മയ്യത്തിനോട് സലാം പറയാണ്, സലാം മടക്കണില്ല. നിങ്ങളെന്താ സലാം മടക്കാത്തത്? ഞാൻ മയ്യത്താ മടക്കറിയില്ല, പിന്നെ ഇങ്ങനെ സലാം മടക്കുക. ശരി പോട്ടെ. പിന്നെ ഇവിടെ എന്താ പറഞ്ഞറിയോ? സലാം പറഞ്ഞപ്പോ സലാം മടക്കുന്നില്ല. നിങ്ങൾ എന്താ സലാം മടക്കാത്ത ചോദിച്ചാ? അപ്പൊ ഇദ്ദേഹം പറഞ്ഞെന്താന്ന്? അള്ളാന്റെ കലാം ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വഹി ഇറങ്ങി നടക്കുന്നു. മനസ്സിലായോ? സോറി എന്താ പറഞ്ഞത്? അള്ളാഹ് എന്നോട് സംസാരിക്കായിരുന്നു, ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയും അബൂബക്കറും ഉമറും കരഞ്ഞ ഒരു ചരിത്ര ഹദീസിൽ കാണാം. ഒന്നിച്ച് കണ്ടപ്പോ അവര് കരഞ്ഞ്. എന്തിനാ കരഞ്ഞെന്നറിയോ? അവർ ആലോചിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ജിബ്രീൽ വന്നിരുന്നു, വഹി ഇറങ്ങിയിരുന്നു. ഇനി റസൂൽ പോയല്ലോ, ഇനി ആ ജിബ്രീൽ മദീനത്തേക്ക് വരില്ലല്ലോ, ഇനി വഹയില്ലല്ലോ എന്ന് ആലോചിച്ച് പരസ്പരം കണ്ടിട്ട് കരഞ്ഞ രംഗം ഹദീസുകളിൽ കാണാം. ഇവരൊക്കെ ആരാ? എന്ത് ഉമ്മുഹാനി, എന്ത് അബൂബക്കർ? ഈ നിലക്കുള്ള മജ്നൂറിന്റെ അവസ്ഥയൊക്കെ നിസ്കരിക്കാത്ത ആളുകളെ കണ്ട ഓലൊക്കെയാണ് ഈ ജാതി കറാമത്തേറ്റ് വരിക. ഞാൻ ഇതിനേറ്റത് തെബിലിയ മാത്രം ബന്ധല്ലാന്നാ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയാണ് അതിന്റെ ആൾക്കാർ അവിടെ ഏറ്റെടുക്കാം. 3 വട്ടം അങ്ങനെ ഏറ്റെടുത്തിരിക്കുന്നു പറഞ്ഞത്. ശരി ഇവിടെ ഇനി കേട്ടോളൂ. വേറൊരുത്തം പറയാ, അഹമ്മദ് ഫാറൂഖ്. എന്താ കറാമത്ത്? എന്നെ കൊണ്ട് ഇടക്കിടക്ക് അല്ലാഹു തആല അർശിന്റെ മേലെ പോകാറുണ്ട്. മുയദ്ദിമാലുണ്ട്, റിഫായി ഷെയ്ഖ് അങ്ങനെ തന്നെയാണ്, റിഫായിമാലുണ്ട്. ആ വാലൊന്നും ഇപ്പൊ ഇവിടെ പാടാൻ നേരമില്ല. അപ്പൊ അതേ വിഷയമാണ്. എന്താണ്? അർശിന്റെ മുകളിലേക്ക് പോയിട്ടുണ്ട്. പിന്നെയോ കാബ മൂപ്പരുള്ള ബഹുമാനക്കാരുടെ തവാഫി മൂപ്പർ ചെയ്യാറുണ്ട്. റിഫായി ഷെയ്ഖിനെ ചെന്നപ്പോ മുന്നം തുടി മുട്ടിയൊക്കെ വെച്ചിട്ട് കാബ കടിച്ചല്ലോ എന്ന് പോലെ. അപ്പൊ സംഗതി ഒക്കെ ഞാൻ ചോദിച്ചതാ, നിങ്ങൾ എന്തിനാ സമസ്തന് വേറിട്ട് പോകുന്നത്? രണ്ടും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മതി. പിന്നെ ഗൈബ് അറിയും. ഇത് സുന്നത്തിയ മാത്രം വിശ്വാസമല്ല, അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് ഗൈബ് അറിയില്ല. എന്താ അവര് പറഞ്ഞു കേട്ടോളൂ. കൗസരി പറയാ, അൻ അബിൽ ഹസൻ അശ്ശാദുലി അന്നഹു ഖാൽ അത്ലഅനി അല്ലാഹു അല ലൗഹിൽ മഹ്ഫൂദ്. ലൗഹിൽ മഹ്ഫൂദിലെ എല്ലാവരും അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്, എന്നെ അറിയിച്ചു. فلولا التأثر مع جد رسول الله لقلت مع جد رسول الله لقلت هذا سعيد وهذا شقي. എന്റെ റസൂലിനോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ അതിന്റെ ഉള്ളിലൊന്നും പറഞ്ഞു തരാത്തത്. എനിക്ക് എന്റെ റസൂലിനോടൊരു അദബുണ്ട്. അതില്ലെങ്കിൽ ഞാൻ അർശിൽ ലൗഹുൽ മഹ്ഫൂദിലൊക്കെ ഞാൻ പറയും, ഇന്നാള് നല്ലവൻ, എന്നാൾ ചീത്തവൻ, എന്നാള് ഭാഗ്യം കെട്ടവൻ, എന്നാള് സൗഭാഗ്യവാനാണ്. ഇതെന്തിനാണെന്നറിയോ? റസൂലിന് പോലും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇനിയിപ്പോ ഞാനായിട്ടത് പറഞ്ഞാൽ റസൂൽ അറിയാത്തൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പോ റസൂലിന് മോശല്ലേ, അതുകൊണ്ട് ഞാൻ പറയണില്ല. 4 തെറിയ വിളിച്ചിട്ട് ഞാൻ അതുകൊണ്ട് ഒന്നും പറയണില്ല എന്ന് പറഞ്ഞില്ലേ? ആ ജാതി ഉദാഹരണമാണ്. ഇതാണ് നഖ്ശബന്ദിയ ത്വരീഖത്ത്. അടുത്തെന്താ പറയുക? വേഗം നിർത്തത് 5 മിനിറ്റ് ഉള്ളൂ. ചിശ്തിയ ത്വരീഖത്ത്, മുഈനുദ്ദീൻ ചിശ്തി. മുഹമ്മദ് ഇസ്മായിൽ എന്നല്ല ഇതിന്റെ കാര്യപ്പെട്ട ആള്. ഉപരി 2 ത്വരീഖത്തിൽ ബൈഅത്ത് ആളാണ്. 2 ത്വരീഖത്തിൽ ബൈഅത്ത് ചെയ്താണ്. ഒരു ത്വരീഖത്ത് കേട്ട് പിന്നെ അടുത്തതിന്റെ ഷെയ്ഖിൽ പോയിട്ട് പുതുക്കി ത്വരീഖത്ത് ബൈഅത്ത് ചെയ്താണ്. എന്നിട്ടോ ആ ഷെയ്ഖായി കാണുന്ന ഷെയ്ഖിന്റെ മഖ്ബറിന്റെ മുമ്പിൽ പോയിട്ട് മുറാഖബ ഇരിക്കുക. എന്താ മുറാഖബ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ അരമണിക്കൂർ തലന്റെ മുകളിൽ മുണ്ടിട്ട് മൂടിയിട്ട് അരമണിക്കൂർ ഗമ്മിണി ചുമ്മാ ഇരിക്കുക. ആ എട്ടത്തിന്റെ പേരാ മുറാഖബ. മുണ്ടരുത്.
തലന്റെ മുകളിൽ മുണ്ടിട്ട് മൂടുക. ചില പള്ളികളൊക്കെ ചെന്നാൽ കാണാം ചില മനുഷ്യന്മാർ ഇങ്ങനെ കീപ്പിടൊക്കെ നിങ്ങൾ പ്രത്യേക ആട്ടം ദിക്കറൊക്കെ. ഇതൊന്നും മനസ്സിലായിട്ടുണ്ടാകുന്നില്ല, വല്ല അസുഖമായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷെ പിന്നെ മനസ്സിലായത് ഇന്ന ത്വരീഖത്തിലെ മെമ്പറാണ്. അപ്പൊ അതിന്റെ അസുഖമാണ് പിന്നെ മനസ്സിലായത്. അപ്പൊ ഇങ്ങനെ കുറെ എന്താ പറയുക, വഴിവിട്ട രീതികളും വഴിവിട്ട പ്രവർത്തനങ്ങളും അതൊക്കെയാണ് ത്വരീഖത്തുകൾ എന്ന് പറഞ്ഞാൽ. ഈ ചിസ്തിയ ത്വരീഖത്തിന്റെ ശൈഖായ മുഈനുദ്ദീൻ ചിസ്തി ലോകം മുഴുവൻ ചുറ്റിക്കണ്ടപ്പോ അവസാനം നബി പറഞ്ഞു, നിങ്ങൾ ഇനി ഇന്ത്യക്ക് പോയിക്കോളിയും, എല്ലാ കള്ളന്മാരും കേട്ട അവിടെ നിങ്ങൾ മർക്കസ് പോയിക്കോളി തന്നില്ലേ. മറ്റേ സ്വപ്നം കാണാനായിട്ട് എടുത്തുണ്ട്. സ്വപ്നം അപ്പോൾ തടുക്കാൻ കഴിയൂല, നിങ്ങൾ കണ്ടോളി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ കമ്മിറ്റി തീരുമാനിച്ചെങ്കിൽ നിങ്ങൾ സ്വപ്നം കാണാം. കമ്മിറ്റി അറിയാണ്ട് ഉറങ്ങാൻ പാടില്ല എന്നാണ് നൗഷാദല്ല മറ്റേ പകര ഹസനോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കമ്മിറ്റി അറിയാണെങ്കിൽ സ്വപ്നം കാണാൻ പാടില്ല. സ്വപ്നം തടുത്തു വെക്കാൻ പറ്റില്ല, പക്ഷെ അവിടെ പോലും ഉപരിക്ക് വിലക്കാം. കാരണം ഉറങ്ങിയ അപ്പ കാന്തപുരം ഒപ്പ അള്ളാഹ്, കാന്തപുരം റസൂല്, കാന്തപുരം അബൂബക്കർ, ടിക്കറ്റ്, സ്വർഗം, നരകം, ഇങ്ങനെയൊക്കെയാണ്. ഇത് വായിച്ച് അമ്മയ്ക്ക് വെച്ച് ഇനി ഭ്രാന്തി വരുമെന്ന് സംശയമുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ ഉറക്കം കൂടി ഇപ്പം അങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട്. ശരി പോട്ടെ. അപ്പോ അവസാനം ചിസ്തിനോട് റസൂൽ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് പോയിക്കോളി ഇവിടേക്ക് ഇന്ത്യക്ക്. അങ്ങനെ ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെ വന്ന് മറമാടപ്പെട്ട് ഖബറൊക്കെ ആയി. ഇപ്പൊ ആ ഖബറിന് ചുറ്റും കേട്ടോ പ്രധാന ഇബാദത്ത് ആഴ്ചയിൽ ഈ ചിസ്തിയ ത്വരീഖത്തിലെ പ്രധാനപ്പെട്ട ഇബാദത്ത് എന്താണ്? ആഴ്ചയിൽ അരമണിക്കൂർ ഷെയ്ഖിന്റെ ഖബർ മുമ്പിൽ പോയിട്ട് തല മുണ്ടിട്ടിട്ട് അല്ലാഹു ഹാലിരി അല്ലാഹു നാലിരി അല്ലാഹു ഹാലിരി അല്ലാഹു നാലിരി ഇങ്ങനെ കുറേ പറഞ്ഞിട്ട് അരമണിക്കൂർ അവിടെ ഇരിക്കും. ഇതിന് മുറാഖബ എന്ന് പറയും. തീർത്ഥത്തിന് മുറാഖബന്റെ പല ക്വാളിറ്റികളുണ്ട്. അക്ബരിയ ത്വരീഖത്തിൽ മുറാഖബ, പല ത്വരീഖത്തുകൾ, ഇൻഷാ അല്ലാഹ് ത്വരീഖത്ത് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പിന്നെ ദിയോബന്ദികളുടെ പ്രധാന നേതാവായ അഷ്റഫ് അലി ഥാനവി എന്ന് പറഞ്ഞാൽ വഹദത്തുൽ വജൂദ് പറയുന്ന, ഇൽമുൽ ഗൈബ് മറ്റുള്ള ആളുകൾ കൊണ്ടെന്ന് പറയുന്ന, അല്ലാഹു അല്ലാഹത്തോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന പച്ചയായ ശിർക്കിന്റെയും ബിദ്അത്ത് ഖുറാഫാത്തിന്റെയും ഖുബൂർസത്തിന്റെയും ആളായ അഷ്റഫ് അലി ഥാനവി സമർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഹക്കീമുൽ ഉമ്മ എന്ന് ബഹുമാനത്തോടു കൂടി ദിയോബന്ദിലെ ഉലമാക്കൾ പറയുന്ന ആ അഷ്റഫ് അലി ഥാനവി ചിസ്തിയുടെ ഖബറിടത്തിൽ പോയിട്ട് മുറാഖബയിൽ ഇരിക്കാറുണ്ട്. അവിടെ മുറാഖബയിൽ ഇരിക്കാറുണ്ട്. ഈ മൂടി പോച്ച ഇരുത്തം. ഇങ്ങനെ ഇരിക്കുമ്പോൾ പല ആളുകളും വന്ന് ഖബറിൽ സുജൂദ് ചെയ്ത് പോകാറുണ്ട്, മിണ്ടാറില്ല. ഇസ്ലാം എന്താണ്? മൻ റആ മിൻകും മുൻകറ, തിന്മ കണ്ടാൽ ഫൽയുഗയ്യിർഹു ബിയദിഹി, കൈകൊണ്ട് തടുക്കണേ. പക്ഷേ തിന്മയെന്ന് ബോധ്യപ്പെടണ്ടേ, ഓന എനിക്ക് വലിയ ഹൈറായിട്ട് അതിനെ കാണുന്നത്. അപ്പൊ തബ്ലീഗമാത്ത് തെറ്റൊരു ബന്ധല്ല, ദീനത്ത് ബന്ധല്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? അഖീദയുമായിട്ട് ശരിയായ അഖീദയിൽ നിന്ന് പിഴച്ചവരാണ് ഈ ചിസ്തിയെ സ്വീകരിക്കുന്നവരാണ് ഞങ്ങളെന്ന് പറയുമ്പോ. ഇനി കേട്ടോളൂ, മുഹമ്മദ് സാനി അൽ ഹസനി അദ്ദേഹത്തിന്റെ സീറത്ത് മുഹമ്മദ് യൂസുഫ് എന്ന ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ പറയുന്നു, ഇന്ന ശൈഖ മുഹമ്മദ് ഇല്യാസ് കാന യജ്ലിസു ഫി അക്സറിൽ അഹ്യാനി ഖൽഫ ഖബരി അബ്ദുൽ ഖുദ്ദൂസ് കൻഗോഹി. അബ്ദുൽ ഖുദ്ദൂസ് കൻഗോഹിയുടെ ഖബറിന്റെ അടുക്കൽ മുഹമ്മദ് ഇല്യാസ് ആയി പോയിട്ടിരിക്കാറുണ്ട്. ആരാണ് അദ്ദേഹം? റഈസു ത്വരീഖത്തിൽ ചിസ്തിയ, ചിസ്തിയ ത്വരീഖത്തിന്റെ റഈസായ അബ്ദുൽ ഖുദ്ദൂസ് കൻഗോഹിയുടെ. എന്നിട്ടോ വകാന യജ്ലിസു ഫിൽ ഖൽവതി ഖുർബ ഖബരിൻ ഖുർബ ഖബരി നൂരി സഈദുൽ ബദായൂനി. സഈദുൽ ബദായൂനി എന്ന് പറയുന്ന ആളുടെ ഖബറിന്റെ അടുക്കലും പോയി ഇരിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ആളൊരു ഖുബൂരിയാന്ന് അർത്ഥം. ഖബറിന് അടുത്ത് എപ്പോഴും ഉണ്ടാകുക. ഈ ഇസ്ലാമിലെ ഖബർ സിയാറത്ത് വേണ്ടെന്നല്ല, അത് വേണം. സൂറുൽ ഖുബൂർ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ ഫഇന്നഹാ തുലീനുൽ ഖുലൂബ് ഫഇന്നഹാ തുദ്മിഉൽ ഉയൂൻ ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത്ത്. പലതും ഹദീസിലുണ്ട്. മരണചിന്ത ഉണ്ടാക്കും, പരലോക ചിന്ത ഉണ്ടാക്കും, കണ്ണ് കരയും. അതൊന്നുമല്ല, അവിടെ പോയിട്ട് അല്ലാഹ് പഠിപ്പിക്കാത്ത, റസൂൽ പഠിപ്പിക്കാത്ത പുത്തൻ ആചാരങ്ങളുമായി ഖബറിന് മുമ്പിൽ ഇരിക്കുന്ന പുതിയ ത്വരീഖത്തിന്റെ മാർഗം അത് ഇസ്മായിൽ സാഹിബ് ചെയ്യാറുണ്ട്. അതിന്റെ അർത്ഥം അയാൾ തീരെ ഇൽമില്ലാത്ത ആളെന്നല്ല. ബുഖാരി പഠിച്ചിട്ടുണ്ട്, ഹദീസ് പഠിച്ചിട്ടുണ്ട്, ഒക്കെ പഠിച്ച ആൾ തന്നെയാണ്. പക്ഷേ ഈ വക പണികളും ത്വരീഖത്തിന്റെ കൂടെ ചേർന്നത് കൊണ്ട് ചെയ്യാറുണ്ട്. പിന്നെയോ വയുസല്ലി ബിൽ ജമാഅത്തി ഹുനാക, ആ ഖബറിൽ തന്നെ ഇരുന്ന് ജമാഅത്ത് നമസ്കരിക്കുകയും ചെയ്യും. പള്ളിക്കല്ല പോയിരുന്നത്. ഈ കിതാബിൽ എഴുതി വെച്ചതാ. അവിടെ തന്നെ ഇരുന്നു കൊണ്ട് നമസ്കരിക്കാറുണ്ടായിരുന്നു. പിന്നെ വേണ്ട, ഞാൻ അത് വിശദീകരിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കാം. ഖാദിരിയ ത്വരീഖത്ത് അതെന്തായാലും പറയേണ്ട ഒന്നാണ്. ഖാദിരിയ ത്വരീഖത്താണ് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടുള്ളത്. ഈ ഖാദിരിയ ഞങ്ങളുടെ ത്വരീഖത്താണ് എന്നാ പറഞ്ഞത്. അൽ ഫുയൂദാത്തുർ റബ്ബാനിയ ഫിൽ മആതിരി വൽ ഔറാദിൽ ഖാദിരിയ. ഖാദിരിയ ത്വരീഖത്തിൽ ചേരുന്ന ആളുകൾ ചൊല്ലേണ്ടുന്ന വിർദുകൾ, ഔറാദ്, ഇതെന്താണെന്നറിയോ? ഒരു മുസ്ലിമിന് ചൊല്ലാൻ പാടില്ല. അത് തൊട്ട കൈ കഴുകണം. അനൽ വാഹിദുൽ ഫർദുൽ കബീറു ബിദാതിഹി അനൽ വാസിഫുൽ മൗസൂഫു ശൈഖ ത്വരീഖതി വമാ ഖുൽതു ഹത്താ ഖീല ലീ ഖുൽ വലാ തഖഫ്
ഫഅൻത വലി ഫീ മഖാമിൽ വിലായതി. മുഹയ്യിദ്ദീൻ ശൈഖേ നിങ്ങൾ പറഞ്ഞോ, ആരാ എന്താ പറയേണ്ടത്? അനൽ വാഹിദു ഞാൻ ഏകനാ, അൽ ഫർദുൽ കബീറു ഞാൻ ഫർദാണ്, കബീറാണ് ബിദാതിഹി. പിന്നെയോ ഇതൊക്കെ പറഞ്ഞ അവസാനം പറയാ, അത് നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതാന്ന് പറയണ്ട, നിങ്ങൾ എന്നോട് പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞാന്ന് പറഞ്ഞാൽ മതി. ആര് പറഞ്ഞിട്ട്? നിങ്ങൾ പേടിക്കേണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോ. എന്ത് പറഞ്ഞോ? അനൽ വാഹിദു. മുസ്ലിമെ പഠിച്ചോ, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ്. ഇത് മനസ്സിലാകാന് പെട്ടിയും ബക്കറ്റ് കൊടുത്ത് തബ്ലീഗിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവനവന്റെ സ്വന്തം വീട്ടിൽ നിന്നിട്ട് ഖുർആൻ എടുത്ത് പഠിച്ച ഈ ഹക്ക് മനസ്സിലാവും. وأعلم علم الله أحصي حروفه وأعلم موج البحر كم هو موجتي وأعلم نبت الأرض كم هو نابت وأعلم رمل الأرض كم هو رملتي. അള്ളാന്റെ അറിവുകൾ എനിക്കുണ്ട്, അള്ളാന്റെ അറിവ് മുഴുവൻ എനിക്കുണ്ട്. ദാ ഖാദിരിയ ത്വരീഖത്ത്, അതിന്റെ ആളുകളാണല്ലോ തബ്ലീഗ് ജമാഅത്തുകാര്. പേച്ചുമുത്തേ പേച്ചു. നമുക്ക് തൊപ്പി വേണ്ടെന്നല്ലോ, തൊപ്പിങ്ങിട്ടോളും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ആദ്യമായിട്ട് എന്താ ചെയ്തോളി, ഈ തൊപ്പിയും വേഷമൊക്കെ ഫലപ്പെടണമെങ്കിൽ, നമ്മുടെ മിസ്വാക്ക് ഫലം ചെയ്യണമെങ്കിൽ, നമ്മുടെ സുന്നത്തുകൾ ഫലം ചെയ്യണമെങ്കിൽ അഖീദ ശരിയാകണം. ഈ അഖീദയുമായി നടന്നാൽ നിങ്ങൾ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കാരണം അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക രാജ്യത്ത് 13 കൊല്ലം അഖീദ ശരിയാക്കാൻ പണിയെടുത്തത്. എന്താ മുഹയ്യിദ്ദീൻ ശൈഖ് ലോകത്ത് എത്ര മണൽത്തരി ഉണ്ടെന്ന് അറിയും, എത്ര മരം ഉണ്ടെന്ന് അറിയും, കടലിലെ തിരമാലകൾ അറിയും. അള്ളാന്റെ ഇൽമു ഉഹ്സി ഹുറൂഫഹു, അതിന്റെ ഓരോ ഹർഫ് ഞാൻ എണ്ണി എണ്ണി പറയും. ഇത് എന്ത് ത്വരീഖത്താ? എന്നിട്ട് ഈ ത്വരീഖത്തിന് മുറുകെ പിടിക്കണല്ലോ. അതാണ് മുരീദി തമസ്സക് ബിഹി വകുൻ ബിയവാതിഖ ഫഹമിക ഫിദ്ദുനിയ വയൗമൽ ഖിയാമത്തി. മുരീദ എന്റെ ത്വരീഖത്തിന് മുറുകെ പിടിച്ചോ, നിന്നെ ഇഹലോകത്തും പരലോകത്തും ഞാൻ രക്ഷപ്പെടുത്തും. ഇല്ല ഇല്ല, ഇത് ഒരു ഖുതുബിയത്തിലോ അല്ലെങ്കിൽ ഈ ബുയൂനാത്തിലോ മാത്രമല്ല, പലയിടത്തും കാണാം. എന്റെ മുരീദുകൾ ഏതും പേടിക്കണ്ട, എന്റെ മുരീദിന് ഞാൻ കാവലെന്നോവർ. എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനാണ്. ഞാൻ ചൊന്നു, വല്ലാത്ത ചൊല്ലലെന്നെയാണത്. അല്ലെ കാര്യമായി മുരീദ് നന്നാകുന്നതാണ്, ഞാൻ നന്നായാൽ മതി. അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പാവങ്ങളായ ആളുകളെ പറഞ്ഞു പറ്റിച്ചിട്ട് നമ്മുടെ നാട്ടിൽ പല കള്ളത്തരീക്കത്തോളും വന്നത്. ആ ത്വരീഖത്തിൽ കൂടിയാൽ മതി, ഷെയ്ഖിന്റെ പിറകെ പോയാൽ മതി, അങ്ങനെ നടന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടോളുന്ന. ആ ത്വരീഖത്താണ് ഞങ്ങളുടെ ശരിയായ ത്വരീഖത്ത് എന്ന് തബ്ലീഗ് ജമാഅത്തുകാർ പറയുമ്പോ എവിടെയാ നിങ്ങളുടെ വിശ്വാസം? ഇൽമുൽ ഗൈബ് അങ്ങനെ തന്നെയാ. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളുടെ കൽബാകാമെന്നോവർ. അതാണല്ലോ മുഹയ്യിദ്ദീൻ തരീഖത്ത്, ഖാദിരിയ തരീഖത്ത്. അതിനപ്പുറം ഏറ്റവും ഗൗരവമേറിയത് ആ ശൈഖിനോടുള്ള ദുആ അല്ലേ ഖാദിരിയ തരീഖത്തില്? യാ സാഹിബൽ ബഗ്ദാദി കുല്ലി നാസിരി യാ മത്ലബൽ ഹാജാതി അബ്ദുൽ ഖാദിരി. അല്ലയോ ബഗ്ദാദിൽ മറമാടപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖേ, അബ്ദുൽ ഖാദിറോരെ, ആവശ്യങ്ങളുടെ മത്ലബായ ശൈഖോരെ, മുസ്ലിമേ അല്ലാഹനെ വിളിക്കേണ്ടത് വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. ഇതാണ് അടിസ്ഥാനം ബാച്ചു എന്ന് പറഞ്ഞത്. ഇതാണ് അടിത്തറ പോയി എന്ന് പറയാനുള്ള കാരണം. ഇതാണ് മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിക്കാണ് യാ സാഹിബൽ ബഗ്ദാദി, അല്ലയോ ബഗ്ദാദിൽ മറമാടപ്പെട്ട ശൈഖോരെ എന്ന് പറഞ്ഞിട്ട് അവസാനം എന്താ പറയണത്? ലിശദാഇദി ദുനിയാ വയൗമിൻ ആഖിരി വസഖിറതൻ ലി ഖൈറ ദുഖിരി സാഖിരി. ഇഹലോകത്തെ പ്രയാസത്തിൽ നിന്നും പരലോകത്തെ പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ അല്ലയോ മുഹയ്യിദ്ദീൻ ശൈഖേ ഞങ്ങൾ നിങ്ങളോട് ഇതാ ദുആ ചെയ്യുന്നു. എന്തേ കാരണം? ശൈഖ് പറഞ്ഞിട്ടുണ്ട് ഖുതുബിയത്തിൽ, വമയ്യുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മം ബിഹിമ്മതിഹി സ്വർമൻ ലിഗഫവതിഹി അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി ഫൽയദഉ യാ അബ്ദൽ ഖാദിർ മുഹയ്യിദ്ദീൻ. അല്ലയോ മുഹയ്യിദ്ദീൻ ശൈഖേ, നമ്മൾ 1000 തവണ വിളിച്ച ഉടനെ ഉത്തരം കൊടുക്കും എന്ന് ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ടെന്ന് ഷെയ്ഖിന്റെ പേരിൽ ചില ആളുകൾ ഓവറായിട്ട് കുറച്ചൊക്കെ ശൊന്നി വെച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ശൊന്നിയിട്ടുമില്ലേ മുളുന്തിയിട്ടുമില്ലേ, വെറുതെ ചുമ്മാ പറഞ്ഞതാണ്. അതൊക്കെ പോട്ടെ. ഏതായാലും ഇതാ ഖാദിരിയ ത്വരീഖത്ത് ഞങ്ങൾ അതിന്റെ ആളുകളാന്ന് പറയുമ്പോൾ പിഴച്ചു എന്നാ പറഞ്ഞത്. അതുകൊണ്ട് അടിസ്ഥാനം ശരിയാക്കുക, അഖീദ ശരിയാക്കുക. സിഫാത്തുകളുടെ വിഷയത്തിലാകട്ടെ, മറ്റുള്ള വിഷയങ്ങളിലാകട്ടെ,
അതേപോലെ അതൊക്കെ ശരിയാക്കിയതിനു ശേഷമാണ് കർമ്മ മേഖലയിലേക്ക് വരേണ്ടത്. അവിടെയും അബദ്ധങ്ങളുണ്ട്. ബിദ്അത്തുകളെയും മറ്റും മേഖലകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് മനസ്സിലാക്കി ശരിയായ വഴിയിൽ നിലകൊള്ളാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.